പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഗുരുവായൂർ മഞ്ജരീസിന്റെ മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എന്താണ് വിശേഷം? എല്ലാവരും വന്നോ? ഹരേ കൃഷ്ണ. എല്ലാവരും എന്തായി, എത്തിയോ? ഇടയ്ക്കിടയ്ക്ക് വന്നു കുട്ടിയെ. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് സ്കിപ്പാവുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായില്ലേ നിങ്ങൾക്ക്? പക്ഷേ ഒരുവിധം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് പോകുന്നു. ഇങ്ങനെ ഓരോരോ എന്താ പറയുക, കുറച്ചൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് വർക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ മഹാഭാരതം കേട്ടിട്ടല്ലേ. മഹാഭാരതം തുടക്കമൊക്കെ ഭയങ്കര രസമായിരുന്നു. നമസ്കാരം. പിന്നീട് അങ്ങോട്ട് ചെറുതായിട്ട് ബോറടിക്കാൻ തുടങ്ങി. അത് വേറൊന്നും കൊണ്ടല്ല, സൗണ്ട് കുറവാണോ? വേറൊന്നും കൊണ്ടല്ല, മഹാഭാരതത്തിൻ്റെ ഡീപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊക്കെ അറിയാത്ത കുറേ സംഭവങ്ങളെക്കുറിച്ചാണ് മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാഭാരതത്തിന്റെ തുടക്കമേ നമ്മൾ പഠിച്ചു, മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും ലോകത്തിലില്ല, ലോകത്തിലുള്ളതെല്ലാം മഹാഭാരതത്തിലുണ്ടെന്ന്. അപ്പോൾ ശരിക്കൊരു ഡിഫറെൻ്റ് ആയൊരു സെക്ഷൻ തന്നെയാണ് മഹാഭാരതം. അപ്പം അതിൻ്റെ കഥ എന്ന് പറയുന്ന സാരം നമുക്ക് പഠിക്കാൻ കുറച്ചേ ഉള്ളൂ. സംഭവം വലുതാണെങ്കിലും നമുക്ക് ആ ഒരു റൈറ്റപ്സ് കൊണ്ട് പഠിക്കാൻ കുറച്ചേ ഉള്ളൂ. എങ്കിലും അല്ലാത്ത കുറേ സംഭവങ്ങൾ നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒരല്പം ബോറടിക്കുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ കൂടിയും നമുക്കൊന്ന് രസകരമായിട്ട് പോകാം അല്ലേ? കുഴപ്പമില്ല മാതാജി, അങ്ങനെ പോകുന്നു. കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. മെഡിസിൻസ് ഉണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് അറിയാൻ പറ്റും എന്താണെന്നുള്ളത് സ്കാൻ കഴിഞ്ഞപ്പം. അപ്പോൾ നമുക്ക് ഇനി സാഖ്യവും യോഗവും, ഇതാണ് നമ്മൾ മഹാഭാരതത്തിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് സാഖ്യവും യോഗവും? സാഖ്യയോഗം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ശ്രീല പ്രഭുപാദി എഴുതിയിട്ടുണ്ട്. അതിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ വിവരിച്ചിട്ടുണ്ട്. കാരണം അത് ആ ഒരു ടോപ്പിക്ക് മാത്രമാണ്. ഓക്കെ, അപ്പം സാഖ്യവും യോഗവും എന്താണെന്ന് നമുക്ക് നോക്കാം. സുഖമായി വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും എല്ലാം ആയപ്പം ഒരുവിധം ഇല്ല, ശബ്ദത്തിന് കുഴപ്പമൊന്നുമില്ല, ജലദോഷമൊന്നുമില്ല. അപ്പോ സൂപ്പർ. തൃച്ചെന്തൂര് പോയിട്ട് വരൂ, പ്രാർത്ഥിക്കും. തൃച്ചെന്തൂരൊക്കെ നല്ല ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ടെമ്പിൾസ് ആണ്. അവിടെയൊക്കെ കാലുകുത്താൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യം. അങ്ങോട്ടൊന്നും ഭഗവാൻ വിളിക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പൊ നമുക്ക് സാഖ്യവും യോഗവും എന്താണെന്ന് നോക്കാം. പിന്നീട് യുധിഷ്ഠിരൻ ചോദിച്ചത് നമുക്കറിയാല്ലേ, ആരാണ്, എവിടെയാണ്, എന്താണ്? വല്ലതും ഓർമ്മയുണ്ടോ? സുഖമായി വരുന്നു മാതാജി. മഹാഭാരതത്തിൽ നമ്മൾ എവിടം വരെ പഠിച്ചു? ആരാണ് ചോദിക്കുന്നത്? യുധിഷ്ഠിരൻ. ആരോടാണ് ചോദിക്കുന്നത്? ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനോട്. എവിടെ വെച്ചിട്ടാണ്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട്. കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ യുധിഷ്ഠിരൻ ചോദിച്ചിരിക്കുന്നു, സാഖ്യവും യോഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പൊ അതിലേതാണ് ശ്രേഷ്ഠം? സാഖ്യമാണോ യോഗമാണോ ശ്രേഷ്ഠം? അത് തമ്മിൽ എന്താണ് വ്യത്യാസം? നല്ല ക്വസ്റ്റ്യൻസ് അല്ലേ? നമ്മളും ആ വേർഡൊക്കെ കേട്ടുന്നല്ലാതെ നമുക്ക് അതേക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോ ഭീഷ്മ പിതാമഹൻ അതിനൊരു ഉത്തരം കൊടുക്കുകയാണ്.
എന്താ കൊടുക്കുന്നത്? യുധിഷ്ഠിര, സാഖ്യവും യോഗവും ഒരേപോലെ ശ്രേഷ്ഠതയുള്ള എന്താണ്? ശാസ്ത്രങ്ങളാണ്. സാഖ്യവും യോഗവും ഒരേപോലെ ശ്രേഷ്ഠതയുള്ള ശാസ്ത്രങ്ങളാണ്. ഇവിടെ ശ്രീല പ്രഭുപാജി സാഖ്യയോഗം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ശ്രീല പ്രഭുപാജിയുടെ പുസ്തകങ്ങൾ നമ്മൾ കൂടുതൽ വാങ്ങി വെക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം പിന്നീട് വാങ്ങാമെന്ന് കരുതി കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷെ അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവില്ല, ഒരു പക്ഷെ അത് കിട്ടാതെ പോവും. ശ്രീല പ്രഭുപാജിയുടെ പുസ്തകങ്ങളെ ഒന്നും വെല്ലാൻ പറ്റിയ പുസ്തകങ്ങളേ ഇല്ല എന്ന് വേണം പറയാൻ. നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കും ശ്രീല പ്രഭുപാജിയുടെ പുസ്തകങ്ങളിലൂടെ. വെറുതെ ഇരിക്കുമ്പം ഒരു യാത്രയിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ പുസ്തകം വായിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അത് വായിക്കുക. അപ്പോൾ സാഖ്യവും യോഗവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ചാണ് എന്താണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത് രണ്ടും ഒരേപോലെ ശ്രേഷ്ഠതയുള്ള ശാസ്ത്രങ്ങളാണെന്നാണ് ഭീഷ്മ പിതാമഹൻ പറയുന്നത്. എന്നിട്ട് പറയുന്നു, എങ്കിലും ഓരോരുത്തരും തങ്ങളുടെ ശാസ്ത്രമാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞ് മറ്റേതിൽ കുറ്റം കാണാൻ ശ്രമിക്കുന്നു. ശരിയാണല്ലേ? ഇപ്പോ വളരെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കാര്യം, എന്റെ മതമാണ് വലുത്, എന്റെ മതമാണ് വലുത്, എന്റെ ആചാരങ്ങളാണ് വലുത്, ഞങ്ങളുടെ മതത്തിൽ അങ്ങനെയുണ്ട്, ഇങ്ങനെയൊന്നും നമുക്ക് വേർതിരിക്കാൻ പാടില്ല. അങ്ങേക്ക് കിട്ടിയല്ലേ? ഗ്രേറ്റ്, വായിക്കൂ. അപ്പം ഇതുപോലെ ഒരിക്കലും നമ്മൾ വേർതിരിക്കരുത്. കാരണം എല്ലാ മതാനുഷ്ഠാനങ്ങൾക്കും ആചാര അനുഷ്ഠാനങ്ങൾക്കും അതിൻ്റെതായ ശ്രേഷ്ഠതയും പവിത്രതയും ഉണ്ട്. ഒന്നും നമുക്ക് ഇത് വലുത് ഇത് ചെറുത് അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും വേർതിരിക്കാനോ അല്ലെങ്കിൽ എന്താണ് ന്യായീകരിക്കാനോ പാടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓരോ മതങ്ങളും നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ഒരു വിവരിക്കാനാവാത്ത ധർമ്മത്തിലേക്കാണ്. ആ ധർമ്മത്തെ നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു മുസ്ലിംസും ഒരു ഹിന്ദുസും ഒരു ക്രിസ്ത്യൻസും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലയാണ്. അവരുടെ രീതികൾക്ക് വ്യത്യാസമുണ്ട്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സാരമില്ല ലാലി മാതാജി, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ തിരുവനന്തപുരത്തുകാർ കറി ഉണ്ടാക്കുന്നത് പോലെ ആയിരിക്കില്ല കോഴിക്കോട്ടുകാരുണ്ടാക്കുന്നത്, കോഴിക്കോട്ടുകാരുണ്ടാക്കുന്നത് പോലെ ആയിരിക്കില്ല ആലപ്പുഴക്കാരുണ്ടാക്കുന്നത്. പക്ഷെ ഇവരാരും ഉണ്ടാക്കുന്നത് സാമ്പാറല്ല എന്ന് പറയില്ല, അല്ലെ? സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും ഒരു വ്യത്യസ്തത കീപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം എന്നാൽ അതിന്റെ പേരിൽ ഒരേപോലെയാണ് ഉണ്ടാക്കി വരുന്നത്. അതിന്റെ രുചിക്കും ഗുണത്തിനും മണത്തിനും വ്യത്യാസം ഉണ്ടാവും. അതേപോലെ എല്ലാ മതാനുഷ്ഠാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വിരൽ ചൂണ്ടുന്നത് സത്യത്തിലേക്കും നീതിയിലേക്കും ന്യായത്തിലേക്കും ധർമ്മത്തിലേക്കുമാണ്. ആ പോകുന്ന രീതിക്ക് ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ആയിരിക്കില്ല മുസ്ലിംസ് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതൊന്നും നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ അത് വലുതാണ് ചെറുതാണ് അല്ലെങ്കിൽ അതാണ് ശരി ഇതാണ് ശരിയെന്ന് ഗുരുവായൂർ മഞ്ചരീസിലുള്ള ഒരാളും പറയരുത്. ക്ലിയർ? അപ്പോ നമുക്ക് വേണ്ടത് ഒറ്റ കാര്യമാണ്. എന്താണ്? സത്യം, നീതി, ന്യായം, ധർമ്മം. ഇതാണ് ഓരോ മതാചാരങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു മതത്തിന്റെ പേരിലും മനുഷ്യർ തമ്മിൽ പരസ്പരം തല്ലുപിടിക്കാനോ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാനോ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ചിന്തകൾ ഉണ്ടാക്കി കൊടുക്കാനോ പാടില്ല. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരിക്കലും നമ്മൾ വേർതിരിവ് കാണരുത്. അത് വളരെ തെറ്റാണ്. ഞാനാണ് ഉയർന്ന വ്യക്തി, നിങ്ങൾ താഴ്ന്ന വ്യക്തികളാണ്, ഇങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം ബ്രാഹ്മൺസ് ഉണ്ടാവാം, ചണ്ടാളനും ഉണ്ടാവാം. ഇവർ തമ്മിൽ എന്ത് വ്യത്യാസം? രണ്ടുപേരുടെയും ശരീരത്തിൽ ഓടുന്നത് ചുവന്ന രക്തം തന്നെയാണ്, അല്ലെ? അവർക്ക് യാതൊരു തരത്തിലുള്ള അവരുടെ ജീവിതത്തിലില്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ കാണരുത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ തങ്ങളുടെ ശാസ്ത്രങ്ങൾ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞിട്ട് പരസ്പരം കുറ്റം കണ്ടുപിടിക്കാൻ പലരും ശ്രമിക്കും. യോഗികളുടെ അഭിപ്രായത്തിൽ ഈശ്വര വിശ്വാസമില്ലാത്തവർക്ക് മോക്ഷം കിട്ടുകയില്ല. ബേസിക്കലി നമുക്ക് വേണ്ടത് എന്താണ്? ഈശ്വര വിശ്വാസമാണ്. ഭഗവാനോടുള്ള ഒരു അചഞ്ചലമായ വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരിക്കലും നമ്മൾ ഭയപ്പെടരുത്. ഭഗവാനോട് വേണ്ടത് നമുക്ക് ഒരിക്കലും തളർന്നു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരു വിശ്വാസമല്ല വേണ്ടത്. ഇപ്പോ നമ്മൾ വേദനിച്ച് ഒരു അസുഖം വന്നാൽ ഭഗവാനെ എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ എന്ന് ചിന്തിച്ചേക്കാം. അങ്ങേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അങ്ങ് എനിക്ക് ഇതുപോലൊരു വേദന തന്നല്ലോ, ഒരിക്കലും ചിന്തിക്കരുത്. കാരണം എന്താ? ഈ ശരീരം നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു കാരണം നമുക്കുണ്ടാവും നമ്മുടെ ശരീരത്തിന്. ഓക്കെ, നമ്മുടെ യാത്ര ലക്ഷ്യം എല്ലാം ധർമ്മത്തിലേക്കും മോക്ഷത്തിലേക്കുമാണ്. ആ വഴികളിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളുണ്ടാവാം, നമ്മളെ ഒറ്റപ്പെടുത്താൻ ആളുണ്ടാവാം, നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം, നേട്ടങ്ങൾ ഉണ്ടാവാം, ലാഭം ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇതിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? തളരരുത്, ഭഗവാനെ കുറ്റപ്പെടുത്തരുത്. അപ്പോ നമ്മൾ ഒരിക്കലും ഭഗവാനെ കുറ്റപ്പെടുത്താനോ
നമ്മൾ എന്ത് ചെയ്യരുത്? ഭഗവാനെ ഒറ്റപ്പെടുത്താനോ ഭഗവാനെ ചോദ്യം ചെയ്യാനോ നമ്മൾ ശ്രമിക്കരുത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് വാസ്തവമാണ്, 100% സത്യമായ കാര്യമാണ്. കാരണം ഒരു ഈശ്വരനും നമ്മളെ വേദനിപ്പിക്കില്ല, ഒരു ഈശ്വരനും നമുക്ക് മോശം വരണം എന്ന് കരുതി ഒന്നും ചെയ്യില്ല. മനസ്സിലായില്ലേ? തിരുവൈരാണിക്കുളം സൂപ്പർ. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. അപ്പൊ കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനോട് അടുത്ത് നിൽക്കുക. എന്ത് ദുഃഖ ദുരിതങ്ങൾ വന്നാലും വേദനകൾ വന്നാലും ഒറ്റപ്പെടലുകൾ വന്നാലും എന്ത് വന്നാലും ശരി, ഭഗവാനോട് അടുത്ത് നിൽക്കുക. ശ്രീല പ്രഭുപാജിയുടെ ജീവചരിത്രം ഞാൻ ആദ്യം ഗുരുവായൂരുണ്ടാകുമ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കടന്നുപോയ സാഹചര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു നോർമൽ പേഴ്സൺ കടന്നു പോകുന്ന സാഹചര്യങ്ങളല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റെസ്റ്റ് ചെയ്യുന്ന പ്രായത്തിൽ അദ്ദേഹം ജലദൂത എന്ന് പറയുന്ന കപ്പലും പിടിച്ചുകൊണ്ട് അമേരിക്കയിൽ പോകുന്നു. കയ്യിലൊരു പൈസയില്ല, മാറി ഉടുക്കാൻ വസ്ത്രമില്ല. പല പല രാജ്യങ്ങളിൽ പോലും അവിടെ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ പാടില്ല. എന്നിട്ട് ഇന്ത്യയിൽ തിരിച്ചു വന്നപ്പോഴോ ഒരു ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി അദ്ദേഹം അനുഭവിക്കാത്ത പ്രശ്നങ്ങളില്ല, അപമാനങ്ങളില്ല, വേദനകളില്ല, ഒന്നുമില്ല. സ്വന്തം എന്ന് കരുതി സ്നേഹത്തോടു കൂടി ഭക്ഷണം പോലും പകുത്തു നൽകി കൂടെ നിർത്തിയ പല പല ശിഷ്യന്മാരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്നു, ഒറ്റപ്പെടുത്തുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. എല്ലാം കഴിഞ്ഞ് ഇസ്കോൺ എന്ന് പറയുന്ന പരമപവിത്രമായ ഒരു പ്രസ്ഥാനം വന്നപ്പോൾ അത് അനുഭവിക്കാൻ ആ മനുഷ്യനുണ്ടോ? അതും ഇല്ല. അദ്ദേഹത്തിന് കിട്ടിയത് ഒരു സമാധി. വൃന്ദാവനത്തിലെ ഇസ്കോണിൽ കിട്ടിയത് ഒരു സമാധി. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. മനസ്സിലായില്ലേ? നമ്മൾ കെട്ടിപ്പൊക്കി കഷ്ടപ്പെട്ട് സഹിച്ച് എല്ലാ ത്യാഗങ്ങളും സഹിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഒരു പക്ഷെ ഇതൊന്നും അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാവില്ല. പക്ഷേ ശാശ്വതമായ ഒരു ലോകത്തേക്ക് ഈശ്വരൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു ടെമ്പററി ലൈഫല്ല, ഒരു പെർമനന്റ് ലൈഫാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക, സമൂഹത്തിന് വേണ്ടി ജീവിക്കുക. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ഇന്ന ആൾ ഇന്ന കാര്യം ചെയ്തു തരും എന്നൊന്നുമില്ല. നമ്മളെ തളർന്നു പോകുമ്പോൾ എവിടെങ്കിലുമൊക്കെ ഈശ്വരൻ നമ്മുടെ കൈ പിടിക്കും. എവിടെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളുമായി ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നമ്മളോട് സഹകരിക്കും എന്ന് വിചാരിച്ച വ്യക്തികൾ ചിലപ്പോൾ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകും. നാളെ പിറ്റേന്ന് അവർ തേടി വരാതിരിക്കാം. ഇതിലൊന്നും നമ്മൾ തളരരുത്. നമ്മുടെ ലക്ഷ്യം ഭഗവാനാണ്. ആ ഒരു വഴിയിൽ നമുക്ക് പല പല സാഹചര്യങ്ങളുണ്ടാവും. ഇതിനെല്ലാം മറികടന്ന് അചഞ്ചലമായ ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ ഒറ്റപ്പെടില്ല ഒരിക്കലും. ഭഗവാൻ നമ്മളെ ഒറ്റപ്പെടുത്തില്ല. നമ്മൾ കൂടെ ഉണ്ടാവും എന്ന് കരുതുന്നവരായിരിക്കില്ല നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. നമ്മുടെ മക്കൾ നമ്മളെ നോക്കുമെന്ന് കരുതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളായിരിക്കില്ല നമ്മളെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനിൽ മാത്രം ഒരു അചഞ്ചലമായ വിശ്വാസം വെക്കുക. അങ്ങനെ വിശ്വാസം വെക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് മോക്ഷം ലഭിക്കുന്നത്. അല്ലാതെ ഒന്ന് തിരിഞ്ഞ് മറ്റേതിന് ഭഗവാനെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികൾക്ക് മോക്ഷം ലഭിക്കില്ല. സാഖ്യന്മാർ ഈശ്വര വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവരുടെ ശാസ്ത്രം പൂർണ്ണമല്ലെന്ന് യോഗികൾ പറയുന്നു. സാഖ്യന്മാര് പൂർണ്ണമല്ലാത്ത ഈശ്വര വിശ്വാസം വെച്ചു പുലർത്തുന്നത് കൊണ്ട് അവരുടെ ശാസ്ത്രം പൂർണ്ണമല്ല എന്നാണ് യോഗികൾ പറയുന്നത്. സാഖ്യന്മാരുടെ പക്ഷത്തിൽ അവരുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലോ ജ്ഞാനം പ്രകൃതി പുരുഷ വിവേക ജ്ഞാനം ഉണ്ടായാൽ മതി. അറിവുണ്ടാവണം, പിന്നെ പ്രകൃതി പുരുഷ വിവേക ജ്ഞാനം ഇത്രയും ഉണ്ടായാൽ മതി. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺസെപ്റ്റിൽ ഇതാണ്. അല്ലാതെ മോക്ഷത്തിന് വേറെ വഴിയൊന്നും ഇല്ല എന്നാണ് സാഖ്യന്മാര് പറയുന്നത്. പക്ഷേ ശരിക്കും അനുഷ്ഠിക്കുകയാണെങ്കിൽ രണ്ടും ഒരേ ലക്ഷ്യത്തിലേക്കാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, എല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ്. യോഗത്തിന് പ്രത്യക്ഷ പ്രമാണമാണ് ശാസ്ത്രം. മനസ്സിലായില്ല? അതായത് സാഖ്യത്തിന് ശാസ്ത്രോക്താത്വം, അതായത് ഹേതു. സാഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒന്നിന് കാരണമായത്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സാഖ്യത്തിന്റെ മാതൃകയിൽ പോവുകയാണെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് കാരണമായത്, ഹേതു എന്ന് പറഞ്ഞാൽ കാരണമായത് എന്തോ, അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ജന്മത്തിന് കാരണമായ എന്തോ ഒന്ന്, അത് ഈശ്വരൻ അല്ലെ, അല്ലാതെ നമ്മുടെ കർമ്മഫലമാണെന്ന് പറയുന്നില്ല. അപ്പൊ കർമ്മഫലമാണ് നമ്മുടെ ജന്മത്തിന് കാരണമായത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. അപ്പൊ നമ്മൾ എന്തായി? ഈശ്വരനെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഈശ്വരനെ കുറ്റപ്പെടുത്താത്ത അവസ്ഥയിൽ എന്തുണ്ടാവുന്നു? അചഞ്ചലമായ ഒരു ഭക്തി ഉണ്ടാവുന്നു. അചഞ്ചലമായ ഭക്തി ഉണ്ടാവുമ്പോൾ എന്താവുന്നു? അത് മോക്ഷത്തിന് കാരണമാകുന്നു.
അതുപോലെ രണ്ടിനെയും സ്വീകരിച്ചിട്ട് സാഖ്യത്തെയും യോഗത്തെയും നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ശിഷ്ടസമ്മതമായ രീതിയിൽ പുരോഗമിച്ചാൽ സദ്ഗതി നേടാം. നമുക്ക് രണ്ട് രീതിയിലും എന്ത് ചെയ്യാം, പുരോഗമിക്കാം. എന്തിന് കാരണമായോ ആ കാരണത്തെ കർമ്മഫലം എന്ന് വിളിക്കുന്നു. എന്ത് കാരണത്താൽ ഇവിടെ വന്നോ, ആര് കാരണം വന്നോ ആ കാരണത്തെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ കർമ്മഫലത്താൽ നമ്മൾ ഇവിടെ വരാൻ കാരണമായ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും എന്തായി, നമ്മൾ തോറ്റുപോവില്ല എന്ന് സാരം. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തോറ്റുപോവില്ല എന്നത് സാരം. ഓക്കെ, അപ്പോ എങ്കിലും രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. രാഗം, മോഹം, സ്നേഹം, കാമം, ക്രോധം, 5 ദോഷങ്ങളുണ്ട്. എന്താണ് ആ 5 ദോഷങ്ങൾ? രാഗം, മോഹം, സ്നേഹം, കാമം, ക്രോധം. രാഗമുണ്ട്, മോഹമുണ്ട്, സ്നേഹമുണ്ട്, കാമമുണ്ട്, ക്രോധമുണ്ട്. 5 കാര്യങ്ങൾ. ഇത് 5ഉം ദോഷമാണെന്നാണ് പറയുന്നത്. ഈ 5 ദോഷങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? 5 ദോഷങ്ങളെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഈ 5 കാര്യങ്ങൾ നമുക്ക് വേണം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5ഉം നമുക്കൊരു പക്ഷേ സ്വീകാര്യമായ അളവിൽ കിട്ടിക്കോണമെന്നില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നമുക്ക് നിർബന്ധം പറയാൻ പറ്റൂ നമ്മളെ ഒരാൾ സ്നേഹിക്കണമെന്ന്? സ്നേഹിക്കില്ല. നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും ഒക്കെ കയ്യിലിരിക്കുന്ന കാലം വരെ മാത്രമേ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളെ വേണ്ടൂ. അത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് നമ്മളെ വേണ്ട. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ നമ്മളെ സ്നേഹിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റൂ? ഇല്ല. കാരണം എന്താണ്? അദ്ദേഹം എപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഭഗവാനെ തിരിച്ചു സ്നേഹിക്കുന്നുണ്ടോ? ആവശ്യത്തിന് മാത്രം, അത്യാവശ്യത്തിന് മാത്രം പോയി സ്നേഹിക്കുന്നു. ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യരുത്, ഒരാള് നമ്മളെ സ്നേഹിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അമിതമായ കാമമോ അത് ഏറ്റവും വലിയ ആപത്താണ്. ഈ കാമത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വലിയ അത്യാപത്താണ്. കാമം എന്ന് പറയുന്നത് ശാരീരിക ബന്ധം മാത്രമല്ല, ഏതു വസ്തുവിനോട് തോന്നുന്ന അമിതമായ ആഗ്രഹത്തെ നമുക്ക് കാമം എന്ന് വിളിക്കാൻ പറ്റും. അത് എന്ത് വസ്തുവായിക്കോട്ടെ, ഒരു വസ്ത്രമായിക്കോട്ടെ, ഒരു വേറെന്തെങ്കിലും വസ്തുക്കളായിക്കോട്ടെ, ഭക്ഷണമായിക്കോട്ടെ, എന്തിനോടും തോന്നുന്ന അമിത ആസക്തിയെ നമുക്ക് കാമം എന്ന പേര് ചൊല്ലി വിളിക്കാൻ പറ്റും. പിന്നെന്താ പറയുന്നത്? മോഹം. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലിയ തലവേദനയാണ്. എന്ത് കണ്ടാലും മോഹിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചില ആളുകൾക്ക്. അത് കിട്ടാൻ വേണ്ടി അവർ ഏതറ്റം വരെ പോവുകയും ചെയ്യും. അതും തെറ്റാണ്. കാരണം ഒരു പ്രശ്നം ഒതുക്കുമ്പോഴേക്കും അടുത്ത പ്രശ്നം തലപൊക്കും, അടുത്ത പ്രശ്നം ഒതുക്കുമ്പോഴത്തേക്കും അതിന്റെ അടുത്ത പ്രശ്നം തലപൊക്കും. അങ്ങനെ പോകും നമ്മുടെ ജീവിതം. അപ്പം എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് അതിന്റെ വഴിക്ക് അങ്ങോട്ട് വിടുക. കിട്ടുമ്പോൾ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ ശ്രീല പ്രഭുപാദി നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമചിത്തതാ മനോഭാവം ഭക്തിയിൽ കൊണ്ടുവരിക. അതാണ് ഏറ്റവും വലുത്. അല്ലാതെ നമ്മൾ 24 മണിക്കൂറും ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞിരിക്കാനല്ല അദ്ദേഹം പറയുന്നത്. കർമ്മം ചെയ്യൂ, ഭക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഒരു സമചിത്തതാ മനോഭാവം അത് നമുക്ക് ജീവിതത്തിൽ വേണം. പല വസ്തുക്കളോടും നമ്മൾക്കൊരു അകൽച്ച വേണം. അതൊക്കെ ശ്രീല പ്രഭുപാദി നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഇങ്ങനെ നമുക്കൊരു അകൽച്ച തോന്നുമ്പോൾ, ഒരു വിരക്തി തോന്നുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അച്ചടക്കം വരും. ആ അച്ചടക്കത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ഭക്തി ലഭിക്കും, ശാന്തി ലഭിക്കും, സമാധാനം ലഭിക്കും ജീവിതത്തിൽ. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ക്രോധം ഉണ്ടാവില്ല. ക്രോധത്തിനൊരു ശമനം വരും. അതും കൂടി ശമിച്ചാൽ എന്തായി? സാത്വിക ലൈഫിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറും. നമുക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് അങ്ങനെ എന്താ പറയാ, ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ദേഷ്യം എന്ന് പറയുന്നത്. ഇവിടെ എനിക്കായാലും ചിലപ്പോൾ 1, 2, 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, സ്വാഭാവികം. നമ്മൾ എന്ത് ചെയ്യാം? ലൈഫിൽ മുന്നോട്ട് പോകുന്തോറും അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ആരും ഗോസ്വാമിമാരല്ല, നോർമൽ പേഴ്സൺസ് ആണ്, അല്ലെ? അപ്പം നോർമൽ പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മെല്ലെ മെല്ലെ നമ്മളെ തന്നെ പല പല കാര്യങ്ങളിലും കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. ഒരു വേഷവിധാനത്തിൽ മാറിയത് കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു വ്യക്തി ഒരു ഭക്തനാവില്ല. ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിത്തീരാന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. നമ്മൾ നമ്മളെ തന്നെ സ്വയം മാറ്റുക. നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി, ആഗ്രഹങ്ങള്, സന്തോഷങ്ങള്, സങ്കടങ്ങള്, നമ്മുടെ രീതികള്, പെരുമാറ്റങ്ങള്, ഇതിനെ ഓരോന്നിനെയും നമ്മളിങ്ങനെ എന്ത് ചെയ്യുക? പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, പിന്നെന്തു പറയുന്നു? ബലവാന്മാരായ യോഗികൾക്ക് മാത്രമേ ബന്ധവിമുക്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. യോഗബലമില്ലാത്ത ദുർബലർക്ക് നാശം തന്നെയാണ് ഫലം. നമുക്ക് എന്താ പറയാ, യോഗബലം വേണം. ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും നമ്മൾ പിടിച്ചു നിൽക്കും എന്ന ഒരു ബലം, ഒരു ശക്തി, ഒരു മനോധൈര്യം അത് നമുക്ക് വേണം.
അതായത് തളർന്നു പോവരുത്. ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ജീവിതത്തിന്റെ പഴിയിൽ എന്താ പറയാ, പാതി വഴിയിൽ ജീവിതത്തെ ഒരു സൂയിസൈഡിലൂടെയോ അല്ലെങ്കിൽ ഒരു വെറുപ്പിലൂടെയോ എല്ലാം ഇട്ടെറിഞ്ഞ അവസ്ഥയിലൂടെയൊന്നും പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. അതിൽ പല പല മുഖങ്ങൾ കാണും, പല പല സാഹചര്യങ്ങൾ കാണും. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? തരണം ചെയ്യണം. നമ്മളെ കൊണ്ട് തരണം ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. മുൻവിധിയോട് കൂടിയുള്ള ഒരു ജീവിതം വേണം. എന്തൊരു കാര്യത്തോട് അടുക്കുമ്പോഴും നമുക്കിത് വേണോ? അതാണ് ചോദ്യം. നമുക്കിത് ആവശ്യമുണ്ടോ? അത്യാവശ്യമാണെങ്കിൽ നമ്മൾ അത് നേടാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പൊ ഒരു വീട് വെക്കണം, അത് 5000 സ്ക്വയർ ഫീറ്റും 2000 സ്ക്വയർ ഫീറ്റും വെക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? എന്നിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു മൂലക്കല് ഒരു കട്ടിലിന്റെ സൈഡിലല്ലേ നമ്മൾ കിടന്നുറങ്ങുന്നത്? ഒരു സ്ഥലത്ത് ഇരുന്ന് ഒരു മൂലക്കൽ ഇരുന്നല്ലേ കഴിക്കുന്നത്? അപ്പൊ നമുക്ക് വലിയ വീട് തന്നെ വെച്ചിട്ട് അതിന്റെ ലോൺ അടയ്ക്കാൻ ഗതികെട്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. നമ്മൾക്ക് എന്ത് നമ്മുടെ കൊക്കിൽ കൊത്താൻ സാധിക്കുമോ അത് വാങ്ങുക. ഒരു വണ്ടി വേണം, BMW തന്നെ വാങ്ങണം നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു 800 വാങ്ങിയാലും നമുക്ക് സാധിക്കും. അത് പുത്തൻ വണ്ടി തന്നെ വേണമെന്നും പറഞ്ഞിട്ട് 6 കൊല്ലം ലോൺ അടയ്ക്കാൻ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? അതുമില്ല. നമുക്ക് യാത്ര ചെയ്യാൻ ഒരു വണ്ടി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ബാധ്യതകളില്ലാത്തൊരു ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. മനസ്സിലായില്ലേ? ഒരു നേരം ചോറുണ്ണാൻ നമുക്ക് ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ വേണോ? വേണ്ട. നമുക്ക് വിശപ്പ് മാറാൻ ഒരു ഭക്ഷണം അത്രേ വേണ്ടൂ. നമുക്ക് വസ്ത്രം ധരിക്കണമെങ്കിൽ 2000ന്റെ മുകളിലോട്ടുള്ള സാരി ഉടുത്തേ കല്യാണത്തിന് പോകാൻ പാടുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. 500 രൂപയുടെ എടുത്താലും പോവാം. 1500 പേഴ്സിലിരിക്കും. ഒരാളെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല നമ്മൾ. ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ഉയരത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാം. എന്ത്? സ്വന്തം ചിലവുകളെ. ഈ ചിലവുകൾ നിയന്ത്രിച്ച് നമ്മൾ ജീവിതത്തെ ഒരു അടുക്കും ചിട്ടയുമാക്കി കൊണ്ടുവരണം. ഇതാണ് യോഗബലം എന്ന് പറയുന്നത്. ഈ യോഗബലം ലഭിക്കണമെങ്കിൽ അടിയുറച്ച ഈശ്വര വിശ്വാസം വേണം. അതായത് ആസക്തി ഇല്ലാതിരിക്കണം. ജീവിതത്തിൽ ഒന്നിനോടും ആസക്തി ഇല്ലാതിരിക്കണം. എപ്പോഴും ചിരിക്കുക, സന്തോഷിക്കുക, ബി പോസിറ്റീവ് ഓൾവേസ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കാരണം എന്താ? നമുക്ക് ഇന്നലകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ലിവിങ് ദ പ്രസന്റ്. നമ്മൾ ഇപ്പോഴാണ് ജീവിക്കുന്നത്, ഈ സമയമാണ് ജീവിക്കുന്നത്, അല്ലെ? നാളെ കുറിച്ച് ഓർത്ത് നമ്മൾ എന്തിന് ഇത്ര ആവലാതിപ്പെടുന്നു? നാളത്തെ ദിവസത്തെ കുറിച്ച് ആവലാതിപ്പെട്ട് നാളെ നേരം വെളുക്കുമ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റില്ല. എന്തിനു പറ്റി? ഈ നിമിഷം നമുക്ക് ജീവിക്കാൻ സാധിച്ചോ? ഇല്ല. നമ്മുടെ മക്കളായാലും നമുക്ക് ചുറ്റുപാടുള്ളവരാണെങ്കിലും ആരും നമ്മളെ കുറ്റപ്പെടുത്തിക്കോട്ടെ, നമ്മൾ അതേക്കുറിച്ച് സങ്കടപ്പെടുകയേ ചെയ്യരുത്. നമ്മൾ അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയേ ചെയ്യരുത്. അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണിലെ ഒരു തുള്ളി കണ്ണുനീര് പോലും കളയരുത്. മനസ്സിലായില്ലേ? നമ്മൾ കളയേണ്ടത് കണ്ണുനീര് ആരുടെ മുമ്പിലാണ്? ഈശ്വരന്റെ മുമ്പിൽ. ഭഗവാനോട് പറയൂ, മനസ്സ് തുറന്ന് ഈശ്വരനോട് പറയൂ, ഗുരുവായൂരപ്പനോട് പറയൂ. നമ്മൾ നമ്മുടെ വേദനകൾ, നമ്മുടെ ആവലാതികൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പണം ചെയ്യും. അദ്ദേഹം അത് പൂർണ്ണ ഹൃദയത്തോടെ കേൾക്കും, അതിന് ഉത്തരം തരും. ഈ ഭൂമിയിൽ ഒരാൾ പോലും നമ്മുടെ സങ്കടങ്ങൾ തീർത്ത് തരില്ല, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരില്ല. അഥവാ തന്നാൽ അടുത്ത നിമിഷം നമ്മൾ അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഭഗവാൻ നൽകുന്ന സർവസ്വതന്ത്രമായിരിക്കുന്ന അനുഗ്രഹത്തിന് അതിന് സീമയില്ല, പരിധിയില്ല. അത് അദ്ദേഹം തന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തെ അറിയാൻ മാത്രം ശ്രമിച്ചാൽ മതി. ആ അറിവിനെയാണ് നമ്മൾ യോഗബലം എന്ന് പറയുന്നത്. ആ യോഗബലത്തെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോ യോഗാനുഷ്ഠാനം കൊണ്ട് അനുഭൂതി വരുത്തിയാൽ അവന് പിന്നെ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. യോഗാനുഷ്ഠാനം കൊണ്ട് നമ്മളൊരു സന്തോഷം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം സാധിക്കും. ഈ ലോകത്ത് എല്ലാം സാധിക്കും. മനോനിയന്ത്രണമാണ് അതിൽ പ്രധാനം. അത് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക, ഇതാണ് ഏറ്റവും വലിയ യോഗബലം. സദാ ചഞ്ചലമായിരിക്കുന്ന മനസ്സിനെ അടക്കി നിർത്തുക. ഇവിടെ നിന്നാൽ അവിടെ പോകണം, അവിടെ നിന്നാൽ ഇവിടെ പോകണം, ഇത് കിട്ടിയാൽ അത് വേണം, അത് കിട്ടിയാൽ ഇത് വേണം. ഇങ്ങനെയുള്ള ഒരു ചഞ്ചലപ്പെട്ട മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ ഒന്ന് ഒതുക്കി നിർത്തുക. വളരെ വിഷമം പിടിച്ച കാര്യമാണത്. സദാ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇവിടെ ഇരിക്കുമ്പോൾ അത്, അതിരിക്കുമ്പോൾ ഒരു എക്സൈറ്റഡ് മൈൻഡ്. എന്തിനു വേണ്ടിയിട്ട്? എന്ത് നേട്ടം അതുകൊണ്ട്? നാളെ എന്താവും, നാളെ എന്താവും, നാളെ എന്താവും? അത് നാളെയാണ്. ഇന്ന് ഇപ്പോ എന്താണ് അതേക്കുറിച്ച് ചിന്തിക്കും. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എഴുന്നേറ്റ് കൈ കഴുകുന്നുണ്ടാവും. ഉച്ചയ്ക്ക് എന്താ? അടുത്ത ചോദ്യം. ഉച്ചയ്ക്ക് കൈ കഴുകി അത്താഴം എന്താ? ചില ചോദ്യം. ഈ വക ചോദ്യങ്ങൾ വേണ്ട. കാരണം എന്താണ്? അത്താഴത്തിന് നമ്മൾ ഉണ്ടാവണ്ടേ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, നമ്മൾ ഉണ്ടാവണ്ട അത്താഴത്തിന്. നമുക്ക് ഇപ്പോ ഭഗവാൻ ഒരു വിശപ്പിന് ഒരു ശമനം തന്നോ, സന്തോഷം. അടുത്തത് എന്ത്? അത് സമയമാകുമ്പോ വരും, അത് സമയമാകുമ്പോ കിട്ടും. അല്ലാതെ അതിന്റെ മേളിൽ കിടന്നിട്ട് നമ്മൾ ഒരുപാട് വറി ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം തരാൻ തീരുമാനിച്ചാൽ തരും. അദ്ദേഹം എന്താണോ നിശ്ചയിക്കുന്നത് സമസ്തവും അദ്ദേഹത്തിന് വിട്ടുകൊടുക്കൂ.
അദ്ദേഹം ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ കർമ്മം മാത്രം ചെയ്യുക. മനസ്സിലായില്ലേ? പിന്നെ രാഗം, ക്രോധം, ലോഭം, വ്യസനം, ഭയം തുടങ്ങിയ എല്ലാ വൃത്തികളെയും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ജയിക്കണം. സംശുദ്ധമാക്കി തീർക്കാനുള്ള വിഷമം അത് ഭയങ്കര. നമ്മുടെ മനസ്സിൽ നിന്ന് ഇതൊക്കെ, ഈ രാഗവും ഈ ലോഭവും വിഷമവും പേടിയും ഇതൊക്കെ കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ ഭഗവത് നാമം കൊണ്ട് നമുക്കിതെല്ലാം മറികടക്കാൻ സാധിക്കും. ഭഗവാനെ വിചാരിക്കുക, സദാ ഈശ്വരനെ വിചാരിക്കുക. രാത്രി കിടക്കാൻ പോകുമ്പോൾ നാളെ അവനിട്ട് എന്ത് പണി കൊടുക്കാം, അല്ലെങ്കിൽ അവനോട് എന്ത് ചോദിക്കാം, നേരം വെളുക്കട്ടെ 10 പറയണം, അല്ലെങ്കിൽ രാവിലെ എന്ത്, ഇതൊന്നും വേണ്ട. ഇങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഒന്നെങ്കിൽ വിഷ്ണു സഹസ്രനാമം കേൾക്കുക, ഇല്ലെങ്കിൽ ദേവി മഹാത്മ്യം കേൾക്കുക. ഇനി ഒന്നും കേട്ടില്ലേ, ഭഗവാന്റെ എന്തെങ്കിലും ഒരു ബുക്ക് വായിച്ച് കിടക്കാം. നല്ലത് ചിന്തിക്കുക. ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നു, ഇന്ന് ഞാൻ എന്താണ്, എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്, ഞാൻ എന്തൊക്കെ മോശം കാര്യങ്ങളാണ് എൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റേണ്ടത്, ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ആരെ ഇഷ്ടപ്പെടുന്നു, അവരെനിക്ക് ആരാണ്, അവരിൽ നിന്ന് എനിക്ക് എന്താണ് ലഭിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് അടക്കിപ്പിടിച്ച് വെച്ചിരിക്കുന്നത്, എൻ്റെ സഹോദരങ്ങളോട് എങ്ങനെ, എൻ്റെ മക്കളോട് എങ്ങനെ, എൻ്റെ അമ്മയോട് എങ്ങനെ, എൻ്റെ ഭർത്താവിനോട് എങ്ങനെ, എൻ്റെ ഭാര്യയോട് എങ്ങനെ, ഇന്നേ ദിവസം രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റു, ആ സമയം മുതൽ ഈ കിടക്കുന്ന സമയം വരെ ഞാൻ എന്ത് ചെയ്തു, ഒരു അവലോകനം. അത് നമ്മൾ നമ്മളെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചിന്തിച്ച് കിടന്നാലും നമുക്ക് നന്മയെ വരൂ. അല്ലാതെ ആ സമയവും നമ്മളിങ്ങനെ ഒരുപാട് ചിന്തിച്ച് കാട് കയറി പോകരുത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവർ ഈ ലോകത്ത് ആരുമില്ല. എനിക്കുണ്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ, തീരാത്ത പ്രശ്നങ്ങൾ. പക്ഷെ നമ്മൾ എപ്പോഴും കൂളായിരിക്കുന്നു. കാരണം എന്താ, ഇതൊക്കെ നടക്കും, ഭഗവാൻ എല്ലാം ശരിയാക്കി തരും. നമ്മൾ അദ്ദേഹത്തെയാണ് ആശ്രയിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് സീമയില്ല. അദ്ദേഹം തരും, സമയമാകുമ്പോൾ അദ്ദേഹം തന്നിരിക്കും. പ്രതീക്ഷയോടെ മുന്നോട്ട് പോവാം. ആ പ്രതീക്ഷയാണ് നമുക്ക് ഏറ്റവും വലുത്. പിന്നെയോ, പ്രാണസ്പന്ദനത്തെ പോലും ജയിക്കേണ്ടിയിരിക്കുന്നു, ഇല്ലേ? നമ്മുടെ ഈ നാഡിയുടെ തുടിപ്പ് എപ്പോൾ ആ മിടിപ്പ് നിൽക്കും നമുക്ക് പറയാൻ പറ്റില്ല. ആ മിടിപ്പിനെയും ജയിച്ചാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഗൃഹം, കുടുംബം, ധനം മുതലായ വസ്തുക്കളെ, സ്വന്തം ശരീരത്തെക്കുറിച്ച് പോലും യോഗി ചിന്തിക്കരുത്. നമുക്ക് കുടുംബമുണ്ട്, വീടുണ്ട്, നമ്മുടെ ശരീരമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഭഗവാനെയാണ് ആശ്രയിക്കുന്നെങ്കിൽ പിന്നെ ഇതേക്കുറിച്ച് ഓർത്ത് നമ്മൾ ഒരുപാട് വേദനിക്കരുത്. ശരീരമാണ്, അസുഖം വരും, അതിന് ആ സമയം നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണം. ഞാൻ പഴയ ക്ലാസ് കേട്ടാ ഉറങ്ങുന്നത്, ലാലി മാതാജി. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ശരീരമാണ്, അസുഖങ്ങൾ വരും. ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ എനിക്ക് തീരെ വയ്യ, എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതേക്കുറിച്ച് ഓർത്ത് നമ്മൾ എന്തിനു വെറി ചെയ്യണം? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തലയിൽ നോക്കുകയാണെങ്കിൽ സൈനസ്, തൊണ്ടയിൽ നോക്കുകയാണെങ്കിൽ സൗണ്ടിന്റെ പ്രശ്നം, എന്താ പറയുക, വയറിൽ നോക്കുകയാണെങ്കിൽ ഡൈജഷൻ പ്രശ്നം, ഹിപ്പിൽ നോക്കുകയാണെങ്കിൽ ഡിസ്കിന്റെ കംപ്ലൈന്റ്, ഇപ്പം അനൽ ഫിസ്റ്റുല, കാലിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ പെയിൻ. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ, അയ്യോ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കൂ എന്നെനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് ഈ സാഹചര്യം മാറി വേറെ സാഹചര്യത്തിൽ എനിക്ക് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റില്ല. ബുക്ക് നോക്കാതെ പറയാൻ അറിയില്ല, ഇല്ല. ഞാൻ അതിന് മാത്രം ഒരു എൻസൈക്ലോപീഡിയ അല്ല. ബുക്ക് നോക്കാതെ പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. താങ്കൾക്ക് പറ്റുമെങ്കിൽ താങ്കൾ പറയൂ, കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ. ബുക്ക് നോക്കാതെ പറയണം തന്നെ എന്താ അത്ര നിർബന്ധം? അങ്ങനെ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുന്നുണ്ടോ? ബുക്ക് നോക്കി പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏത് സാഹചര്യത്തെയും ജയിക്കുക. ഏതൊരു സാഹചര്യത്തെയും നമ്മൾ ജയിക്കാൻ പഠിക്കണം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരും. ഈ അസുഖത്തെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ജയിക്കണം. ഞാനൊരു രോഗിയാണെന്ന് വിചാരിച്ചാൽ ഞാനൊരു രോഗി തന്നെ. ഞാനൊരു എന്താ പറയാ, ഞാനൊരു നല്ല മനസ്സിനുടമയാണ്, ഞാനൊരു പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്, എന്നെ കൊണ്ട് ഇത് സാധിക്കും, എന്നെ അങ്ങനെ ആർക്കും തളർത്താൻ കഴിയില്ല, എന്നോട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെതായ ഒരു ശരികളുണ്ട്, അത് മറ്റൊരാൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തോറ്റു പോവില്ല, നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടില്ല. ഇത് ആരെന്ത് പറഞ്ഞാലും കരയാൻ നിൽക്കുകയാണെങ്കിൽ കരയാനേ നേരം കാണും, ചിരിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. ഓക്കെ. ഗോപകുമാർ ഗോപു, ഒരു കാര്യം ചെയ്യും, തൽക്കാലം പോയി കിടന്നുറങ്ങ്, ഇവിടെ നേരമില്ല കേട്ടോ ആർക്കും. അപ്പോ ഒരിക്കലും ഒരു യോഗി ചിന്തിക്കരുത് എന്താണ് നമ്മുടെ ശരീരത്തെക്കുറിച്ചും, നമ്മുടെ വീടെന്താവും, നമ്മുടെ മക്കളെന്താവും. നമ്മൾ നോർമലി പോവുക, നമ്മളെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും എല്ലാം സക്സസ് ആവും. നമ്മൾ ഭഗവാന് സമർപ്പിതമാവുക.
മനസ്സിലായി? ഇന്ന് നമ്മളെ മനസ്സിലാക്കാത്ത മക്കൾ നാളെ ഒരു ദിവസം നമ്മളെ മനസ്സിലാക്കും. ഒരു സംശയമില്ല, ഉറപ്പായിട്ടും മനസ്സിലാക്കും. ഒരു സംശയമില്ല. ഇന്ന് നമ്മളെ വേദനിപ്പിക്കുന്നവര് നാളെ നമ്മുടെ അടുത്തേക്ക് വരുന്നേ. അതിനാദ്യം നമ്മൾ നമ്മുടെ ഭഗവാന് സമർപ്പിതമാവണം. മനസ്സിലായില്ലേ? അല്ലാണ്ട് നമ്മൾ അതേക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ സമയം കാണും. അതിന് സമയമില്ല നമുക്ക്. ഇനിയും ഒരുപാട് ദൂരം മനസ്സുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനുണ്ട്, ഇല്ലേ? തീവ്ര വൈരാഗ്യവും ശരിയായ ശാസ്ത്രബോധവും സർവോപരി ദൃഢമായ ഈശ്വര ശരണാഗതിയും ഒരു യോഗിക്കുണ്ടാവണം. തീവ്രമായിരിക്കുന്ന വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യമാണോ? അല്ല. നമുക്ക് മറ്റ് ഒരുപാട് കാര്യങ്ങളോടുള്ള ആസക്തി, അതിൽ നിന്നൊരു തിരിച്ചറിവ്, ഒരു പുറത്തേക്കൊരു വരവ്. നമ്മളൊരു പൊട്ടക്കിണറ്റിൽ വീണ തവളയെ പോലെ ആവരുത്. ഒരുപാട് ആഗ്രഹങ്ങളും നമ്മളെ എന്താ പറയുക തുടിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പം ചില ആളുകൾ പറയാറുണ്ട്, ലേഡീസിനെ ഷോപ്പിങ്ങിന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാണ്, പെട്ടെന്നൊന്നും ഇറങ്ങില്ല എന്ന്. ചിലവരെന്താ ചെയ്യുക? കാണുന്നതെല്ലാം വാങ്ങിക്കൊണ്ടേയിരിക്കും. ചിലവരെല്ലാം കണ്ടിട്ട് ഇങ്ങ് പോരും. കാരണം എന്താ? ആവശ്യമുണ്ടെങ്കിൽ മേടിക്കുക. ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടിയിട്ട് എന്താ കാര്യം? കുറെ കഴിയുമ്പോൾ അതെടുത്തിട്ട് വീണ്ടും ബാസ്ക്കറ്റിലിടും. അപ്പോൾ നമ്മളെ ത്രസിപ്പിക്കുന്ന പലതും നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാത്തിലും പോയിട്ട് തലവെക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. നമ്മൾക്ക് ഇപ്പോ എന്താവശ്യമുണ്ട് അതിൽ മാത്രം ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു വൈരാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നെന്താ പറയുന്നത്? ശരിയായ ശാസ്ത്രബോധം. എൻ്റെ മതമാണ് ശരി, എൻ്റേത് മാത്രമാണ് ശരി എന്നൊരിക്കലും ചിന്തിക്കരുത്. ഒരു ശാസ്ത്രബോധം വേണം നമുക്ക്. നമ്മൾ ജീവിക്കുന്നത് പ്രകൃതിയിലാണ്. പ്രകൃതിക്ക് ഒരു സത്യമുണ്ട്. ആ പ്രകൃതിയുടെ മക്കളാണ് സർവ്വജീവാത്മാക്കളും. മനുഷ്യരായാലും മൃഗങ്ങളായാലും എല്ലാം. നമുക്ക് എല്ലാത്തിനോടും ഒരു മമത വേണം, ഒരു ബഹുമാനം വേണം. ഞാൻ മാത്രമാണ് ശരി എന്ന ഒരു മൂഢമായ ധാരണ നമുക്ക് പാടില്ല. നമ്മളിൽ എല്ലാവരിലും ശരിയുണ്ട്, തെറ്റുമുണ്ട്, ഇല്ലേ? ഞാനാണ് പെർഫെക്റ്റ്, എനിക്ക് കുറെ അറിവുണ്ട് എന്നൊന്നും ചിന്തിക്കരുത്. ഒരുപക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പ്രായത്തിൽ നമ്മളെക്കാൾ താഴെയായിരിക്കാം. അവര് പറയുന്നതും നമ്മൾ കേൾക്കണം, നമ്മൾ പറയുന്നത് അവരും കേൾക്കണം എന്നൊരിക്കലും നമ്മൾ വാശി പിടിക്കാനും പാടില്ല. ക്ലിയർ? നമ്മൾ നല്ല കേൾവിക്കാരാവുക, ശാന്ത മനോഭാവമുള്ളവരാവുക. നമ്മൾക്ക് ചുറ്റുമുള്ളവരെ കരയിപ്പിക്കല്ല ചെയ്യേണ്ടത്, ചിരിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മളെ ഓർത്ത് അവർ ചിരിക്കണം, നമ്മളെ അവർ മിസ് ചെയ്യണം. ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഓക്കെ? ദൃഢമായ ഈശ്വര ശരണാഗതി. എന്തു വന്നാലും നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മളെ കൈവിടില്ല. ആ ഉറച്ച ബോധം നമുക്ക് വേണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുത്തിയവരാരായാലും ശരി, പാണ്ഡവരുടെ വേദനയിൽ കൗരവരോട് എങ്ങനെ ഭഗവാൻ ചോദിച്ചോ അതേപോലെ ഭഗവാൻ ചോദിക്കും. ഭഗവാന് വിട്ടുകൊടുക്കുക, ഒരു സംശയവും ഇല്ലാതെ ഭഗവാന് വിട്ടുകൊടുക്കുക. 1000 നാവുകൾ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞോട്ടെ, 1001ാമത് കൃഷ്ണൻ വരും ചോദിക്കാൻ. അത് ഉറപ്പാ, ഒരു സംശയമില്ലാത്ത കാര്യം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പിന്നെന്താ പറയുന്നത്? സാഖ്യശാസ്ത്രത്തിൽ പ്രധാനമായിട്ടുള്ളത് തത്വ നിരൂപണവും തത്വവിചാരവുമാണ്. സാഖ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെയും നമുക്ക് വേണ്ടത് ഒരു തത്വ നിരൂപണമാണ്. ഒരു കാര്യത്തെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയാണ് നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. എന്തിനേയും സംശയദൃഷ്ടിയോടുകൂടി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ എന്ന് പറയുമ്പം ഒരു സ്ത്രീ ഒരു ഡോറ് കടന്ന് ഇങ്ങനെ പുറത്താരെങ്കിലും വന്നാൽ അവരെ കാണില്ല. എന്താ ഇപ്പൊ കണ്ടാ കുഴപ്പം? കാണില്ല. പക്ഷെ ഇന്ന് എങ്ങനെയാണ്? പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഹഗ് ചെയ്ത് മുന്നോട്ട് പോകും. അതിലെല്ലാം ഒരു ഡിസിപ്ലിൻ വെച്ച് കഴിഞ്ഞാൽ എന്തായി? ആ ഡിസിപ്ലിനിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനൊരു സത്യമുണ്ട്, അതിലൊരു വൃത്തിയുണ്ട്. അല്ലാതെ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം. സ്ത്രീക്ക് സ്ത്രീയുടേതായ ഒരു അച്ചടക്കമുണ്ട്. ആ അച്ചടക്കത്തിൽ, ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു ഭംഗിയുണ്ട്. പരിമിതി ലംഘിക്കുമ്പോഴാണ് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തത്വവിചാരത്തോടുകൂടി നമ്മൾ പോവുക. എല്ലാത്തിനെയും തെറ്റാണെന്നും സംശയമാണെന്നുള്ള രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യാതിരിക്കുക. തെറ്റുകൾ ഉണ്ടാവാം, ശരികൾ ഉണ്ടാവാം. എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ഒരു ശരികളുണ്ട്, അല്ലെ? ഒരു കാര്യത്തെ നോക്കിക്കാണാൻ നമുക്ക് നമ്മുടേതായ ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ നമ്മൾ മുന്നോട്ട് പോകാം. ഈ ബാബയെ എനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് ഇന്നലെ, അതാ അങ്ങനെ വെച്ചത്. പഞ്ചഭൂതങ്ങളിലും ഭൗതികമായ പദാർത്ഥങ്ങളിലും അടങ്ങിയ സൂക്ഷ്മങ്ങളായിരിക്കുന്ന ഘടകങ്ങളെ അപഗ്രഥിച്ച് നിരൂപിച്ച് പരമതത്വത്തെ അറിയാൻ ശ്രമിക്കുന്ന സാഖ്യം ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന ശാസ്ത്രമാണ്. അതായത് പഞ്ചഭൂതങ്ങൾ അറിയാലോ, ഭൗതികമായ പദാർത്ഥങ്ങൾ, അതായത് ഈ ലോകത്തിലും അടങ്ങിയ സൂക്ഷ്മങ്ങളായ ഘടകങ്ങളെ
പഞ്ചഭൂതങ്ങളിലും ഈ ഭൗതികമായ തത്വങ്ങളിലും എന്താ അടങ്ങിയിരിക്കുന്നത്? ഈശ്വരൻ തന്നെ. സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മങ്ങളായിരിക്കുന്നത് എന്താണ്? ആത്മാവ്. ആ ആത്മാവ് വന്നത് എവിടെ നിന്നാണ്? പരമാത്മാവിൽ നിന്ന്. അപ്പൊ ആ പരമാത്മാവിനെ അറിയുവാൻ ശ്രമിക്കുന്ന സാഖ്യം ഏറ്റവും വിശിഷ്ടമായ ശാസ്ത്രമാണ്. മനസ്സിലായില്ലേ? സത്വം, രജസ്, തമസ് 3 ത്രിഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ 3 ഗുണങ്ങളാണ് അതിലെ പ്രധാന ഉപാധികൾ, അല്ലെ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ 3 ഗുണങ്ങൾ അടങ്ങിയതാണ് പ്രധാനമായിട്ടും എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത്. അപ്പോ 24 തത്വങ്ങൾ ചേർന്ന പ്രകൃതിയും പുരുഷനും നിത്യസത്യങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുരുഷൻ പ്രകൃതിയോട് ചേർന്ന് ലോകത്തിൽ ഇങ്ങനെ വിഹരിക്കുകയാണ്. സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. നമ്മൾ എന്തെല്ലാം സുഖദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. പിന്നെയോ ആ സമയത്തുണ്ടാകുന്ന ആത്മവിസ്മൃതിയാണ് സംസാരത്തിന് അടിസ്ഥാനം. നമ്മൾ സുഖവും ദുഃഖവും അനുഭവിക്കുമ്പോൾ, സുഖം അനുഭവിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഭയങ്കര ഹാപ്പിയാണ്. ദുഃഖം അനുഭവിക്കുമ്പോൾ നമ്മളെ പോലെ പ്രശ്നമുള്ള ആൾക്കാരില്ല. ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ 5 ലക്ഷം രൂപ കടയുള്ളവനോ, ആ കടമുള്ളവൻ അവനെന്താ ചിന്തിക്കുക? യോ 5 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്, എനിക്കാണ് ഏറ്റവും കൂടുതൽ കടം. 1 കോടി കടമുള്ളവനോ ചിരിച്ചുകൊണ്ടിരിക്കും. ഒരു എന്താ പറയുക, ചെറിയൊരു ഗ്യാസ്ട്രിക് പ്രോബ്ലമോ ഒരു കിഡ്നി സ്റ്റോണോ ഉള്ളവൻ അറിയുന്നില്ല ക്യാൻസർ വന്ന് 5 കീമോ കഴിഞ്ഞ് കിടക്കുന്നവന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അവൻ മനസ്സിലാക്കുന്നില്ല ഡയാലിസിസ് കഴിഞ്ഞവന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട്, ഓരോ മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈശ്വരനിലേക്ക് അടുത്ത് വരിക. ഈശ്വരനോട് അടുക്കും തോറും നമുക്കൊരു സമാധാനം കിട്ടും ജീവിതത്തിൽ. നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്, നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ എന്തുമാത്രം ത്യാഗം സഹിക്കുന്നു, എത്ര വേദന അനുഭവിക്കുന്നു, ഇല്ലേ? മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിലേക്ക് വരുമ്പോൾ രാജാവിനെ പോലെ സൽക്കരിക്കുന്ന കുടുംബമുണ്ട്, യാചകനെ പോലെ സൽക്കരിക്കുന്ന കുടുംബമുണ്ട്. പല വ്യത്യസ്തമായ സാഹചര്യങ്ങൾ പല പല മനുഷ്യർക്കുമുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഏത് രീതിയിലാണോ ആ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്, അതാണ് സംസാരത്തിന് അടിസ്ഥാനം. സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ നമ്മുടെ ഈ ജീവിതത്തിന് അടിസ്ഥാനം അതാണ്. നമ്മൾ ഏത് രീതിയിലാണോ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്നത്, അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് നമ്മളെ ജീവിതം മറ്റൊരാളല്ല തീരുമാനിക്കുന്നത്. നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്നു. നമ്മളെ അപമാനിക്കുന്നവരുടെ അടുത്തേക്ക് നമ്മൾ പോകാതിരിക്കുക, നമ്മളെ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക് അമിതമായി നമ്മൾ ചെല്ലാതിരിക്കുക. കാരണം എന്താ? ഇന്നല്ലെങ്കിൽ നാളെ ആ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അങ്ങനെ പ്രകൃതിയെ തിരിച്ചറിഞ്ഞ് പ്രകൃതിയുമായുള്ള ഒരു ബന്ധം അത് നമ്മൾ വിട്ടുകളയും. ഈ ലോകത്ത് എല്ലാം എന്താണ്? താൽക്കാലികമാണ്. എല്ലാം താൽക്കാലികമാണ്. ഈശ്വരനല്ലാതെ മറ്റെല്ലാം താൽക്കാലികമാണ്. 2 തലമുറ മുമ്പേ ജീവിച്ചിരുന്ന ആളുകളെ നമുക്ക് അറിഞ്ഞൂടാ, അല്ലേ? അവരുടെ പിറന്നാൾ അറിയില്ല, അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങൾ അറിയില്ല, ഒന്നും അറിയില്ല. എല്ലാം താൽക്കാലികമാണ്. എന്നാൽ ഒരു 3 തലമുറ മുമ്പേ ഉണ്ടായിരുന്ന ആളുകളില്ല എന്ന് നമുക്ക് വാദിക്കാൻ പറ്റുമോ? ഇല്ല, അവരുണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് അവരെ മനസ്സിലായില്ല, നമ്മൾ അറിഞ്ഞില്ല. എല്ലാവർക്കും അറിയില്ല എന്നല്ല കേട്ടോ, കുറച്ചു പേർക്കൊക്കെ അറിയാം. ആ കൊതുകിന്റെ സാധനം എടുത്ത് അവിടെ കത്തിച്ചു വെച്ചു, ആ ഇലക്ട്രോണിക്കിന്റെ സാധനം. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ താൽക്കാലികമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയും നമ്മുടെ ആൾക്കാർ മറന്നുപോകും. നമ്മൾ എത്രയോ ഭംഗിയായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ച നമ്മുടെ ഫോട്ടോസൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചവറ്റുകൊട്ടയിലെത്തും. നാളെ എന്ന് പറയുന്ന ദിവസത്തിന് നമ്മൾ വഴിമാറി കൊടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് ആ ഫോട്ടോസൊക്കെ ഒരു ഭാരമായി മാറും, നമ്മുടെ ഓർമ്മകളും ഭാരമായി മാറും. ഈ സത്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയോടടുത്ത് എല്ലാത്തിൽ നിന്നും ഒരു വിടുതൽ അത് നമുക്ക് വേണം. ഒരു ബന്ധം, ആ ഒരു അടിയുറച്ച ബന്ധം അത് നമ്മളൊന്ന് മാറ്റുക. നമ്മൾ ജീവിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളാണ് എല്ലാം ശരി, നമുക്ക് വേണ്ടിയാണ് നമ്മൾ എന്നുള്ള ആ മനോഭാവത്തിൽ നിന്ന് പുറത്തു വരിക. തമസിനെ രജോ ഗുണം കൊണ്ട് ജയിക്കണം, അതായത് തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് ജയിക്കണം. രജസിനെ സത്വഗുണം കൊണ്ടും ജയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സത്വം വളർന്നു വരുമ്പോഴാണ് മനുഷ്യന് വിവേകം ഉദിക്കുന്നത്, ശരിയല്ലേ? സത്വഗുണം ഉണ്ടെങ്കിൽ നമുക്ക് ബോധവും വെളിവുണ്ടാവുമെന്ന് വേണമെങ്കിൽ പറയാം. സത്വഗുണം ഇല്ലെങ്കിലാണ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന ഒരു ഭാവം വരുന്നത്. സത്വഗുണം ഉണ്ടെങ്കിലോ സമാധാനം ഉണ്ടാവും. സത്വഗുണം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നിശബ്ദമായിരിക്കും. കൂടുതലൊന്നും എന്താ പറയുന്നത്, ഓ കൊതുകുണ്ടോന്നോ, ഇവിടെ സംസ്ഥാന സമ്മേളനം അവരുടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സത്വഗുണത്തിൽ നമ്മൾ മിണ്ടാതിരിക്കുക. കാരണം നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ നിൽക്കില്ല, അവരവരുടെ വാദിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ,
ബാധിക്കുന്നവർക്ക് ബാധിക്കാൻ വിട്ടുകൊടുക്കുക, ശരിയാണ്. 1-2 പ്രാവശ്യം പറഞ്ഞു നോക്കുക, കേൾക്കുന്നില്ല എന്നാണെങ്കിൽ ഓക്കെ നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക. നമുക്ക് വേണ്ടത് സമാധാനമാണ്, അല്ലെ? സത്വം വളർന്നു വരുമ്പോൾ എന്താണ്? മനുഷ്യന് വിവേകം ഉണ്ടാവും. വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നിശബ്ദത പാലിക്കുക. നിശബ്ദത പാലിച്ചാൽ നമുക്ക് തന്നെ മനസ്സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ സ്വൈര്യവും പോവും. അവരാവശ്യമില്ലാതെ നമുക്ക് ശത്രുക്കളായി മാറുകയും ചെയ്യും. വിവേകത്തിന്റെ ഫലമായി ആത്മജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുവാൻ തുടങ്ങുന്നു. നിശബ്ദമായ ഒരു സ്ഥലത്ത് നിന്ന് വന്നാൽ നമുക്ക് മനസ്സമാധാനവും ഉണ്ടാവും. നമുക്ക് കുറച്ച് അറിവ് ലഭിച്ചു എന്നൊരു തോന്നൽ തന്നെ നമുക്ക് വരും. നിന്ന് വാദിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ അങ്ങോട്ട് വയലൻസിൽ നിന്ന് വയലൻസിലേക്ക് പോകും. ഒരു വയലന്റ് അവസ്ഥയിൽ നമ്മൾ പോയാലുള്ള കാര്യം ആലോചിച്ചു, നമുക്ക് കിടന്ന ഉറക്കം കിട്ടില്ല, തലവേദനയായി ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാവും. അതേസമയം നമ്മൾ കുറേ നിശബ്ദമായിട്ടാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആരെയും തിരുത്താൻ പറ്റില്ല, നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുന്നു എന്ന മനോഭാവത്തിൽ വന്നാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. പറഞ്ഞവനാണ് ആസക്തി. പറഞ്ഞങ്ങോട്ട് തീർത്തില്ല, ഇനിയും പറയണം. കേട്ടവനോ, ഞാനെല്ലാം കേട്ട് വന്നു, എന്ത് ചെയ്യാൻ പറ്റുപ്പോ, കേൾക്കാതെ നിവർത്തിയില്ല എന്ന ഭാവത്തിൽ വന്ന് നമ്മൾ ചിരിയും കളിയായിട്ട് പോകും. അതേസമയം പറഞ്ഞവനോ വട്ട് പിടിച്ച പോലെ വന്ന് നടക്കും. മനസ്സിലായി? അപ്പം നമ്മൾ സത്വഗുണത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. സത്വഗുണത്തിൽ ജീവിച്ചാൽ മനസ്സമാധാനം ഉറപ്പാ. പിന്നെന്താ പറയുന്നത്? അതിന്റെ ഫലമായിട്ടാണ് പ്രകൃതിയോട് ചേർന്നുകൊണ്ടുള്ള ദോഷങ്ങൾ അവന് മനസ്സിലാകുന്നത്. സത്വഗുണത്തിൽ നിൽക്കുമ്പോഴാണ് തമസിന്റെയും രജോ ഗുണത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. സത്വഗുണത്തിന്റെ സമാധാനം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. മനസ്സിലായില്ലേ? പിന്നെന്താ പറയുന്നത്? നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ സത്വഗുണത്തിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ പറയുന്നത് എൻ്റെ ലൈഫ് പോലെയാണ്, മോഹൻകുമാർ പ്രഭു. പിന്നീട് ഉണ്ടാകുന്ന സാധനയുടെ ഫലമായി പ്രകൃതിയോടുള്ള ബന്ധം തന്നെ ഉപേക്ഷിക്കപ്പെടുകയാണ്. കാരണം എന്താ? നമുക്ക് ചുറ്റുമുള്ളവര്, നമ്മുടെ വീട്ടിലുള്ളവർ ചിലപ്പോൾ നമ്മളെ അങ്ങ് വല്ലാതെ വേദനിപ്പിക്കും. എന്തേലൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാത്ത കാര്യം പറയും, നമ്മൾ ചിന്തിക്കാത്ത കാര്യം പറയും. നമുക്ക് കുറ്റങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഒരു സമയം കഴിഞ്ഞാൽ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളെല്ലാവർക്കും ബാധ്യതയാണ്, ഭാരമാണ്, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. നമ്മൾ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരായി മാറും കുറച്ച് കഴിയുമ്പോൾ. സാരല്ലെന്നേ, ആയിക്കോട്ടെ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെങ്കിലും ആർക്കെങ്കിലുമൊക്കെ നമ്മളെ വേണ്ടി വരും. ഇനി മനുഷ്യനായി ജനിച്ച ഒരുത്തനും വേണ്ടിയിട്ടില്ലെങ്കിൽ ഭഗവാനെങ്കിലും വേണം നമ്മളെ, അല്ലേ? അത്രയും ആലോചിച്ചാൽ മതി. ജന്മം നൽകിയവർക്ക് വേണ്ട, കൂടെ ജനിച്ചവർക്ക് വേണ്ട, ജീവിക്കാൻ ആരോ കൂടെ പോയോ അവർക്ക് വേണ്ട, ആർക്കും വേണ്ടെങ്കിൽ ഭഗവാനെങ്കിലും നമ്മളെ വേണം. ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവുമെന്നേ. അല്ലാതെ ഇന്ന ആൾക്കാർ തന്നെ നമ്മളെ സ്നേഹിക്കണമെന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സത്വഗുണ മനോഭാവത്തിലേക്ക് വരിക. സത്വഗുണത്തിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും ഇതൊന്നും വലിയ സംഭവമല്ല. ആരെന്ത് പറഞ്ഞാലും മനസ്സ് മടുക്കും. അതെ, തീർച്ചയായും. അങ്ങനെ മനസ്സ് മടുക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് വിരക്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു വിരക്തി നമുക്ക് ആവശ്യമാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും ഒരു ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് വെച്ചാൽ കുറ്റം, ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ കുറ്റം, മക്കളോടൊരു നല്ല വാക്ക് പറഞ്ഞാൽ കുറ്റം, എന്തെങ്കിലും ചോദിച്ചാൽ കുറ്റം, പറഞ്ഞാൽ കുറ്റം. നമ്മളെ പോലെ ഒരു കുറ്റം ചെയ്യുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ടാവില്ല. കുടുംബത്തിനാണ് നമ്മളെ ഏറ്റവും വലിയ ദേഷ്യം. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് പോയാൽ അവിടെ സമാധാനമില്ല, ഇവിടെ സമാധാനമില്ല. ഓക്കെ, എല്ലാവർക്കും നമ്മളൊരു ബാധ്യതയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആർക്കും ബാധ്യതയാവാതിരിക്കുക. നമുക്ക് ഒരു അഭിപ്രായവും ഇല്ല എന്നുള്ള മനോഭാവത്തിൽ മിണ്ടാതെ ഭഗവാനോട് ചേർന്നിരിക്കുക. ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുക. ഇനി ആ ചെയ്തു കൊടുത്തതിനും കുറ്റമാണെങ്കിലോ മിണ്ടാണ്ടിരിക്കുക, ഒന്നും പറയാൻ പോണ്ട. കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തനിയെ അവരങ്ങ് നിർത്തിക്കോളും. അങ്ങനെ നമ്മൾ നിശബ്ദമായ ഒരു മനസ്സോടെ സത്വഗുണത്തിൽ ഇരുന്നാൽ നമുക്ക് എന്താ ലഭിക്കുന്നത്? സമാധാനം ലഭിക്കും. ഈ സമാധാനമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം, അല്ലെ? സമാധാനം ഇല്ലാണ്ട് ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യവും ഇല്ല. പറയണവര് നമ്മൾ കിടന്നുറങ്ങി നമ്മുടെ കണ്ണ് മൂടിപ്പോകുന്നത് വരെ പറയും. രാവിലെ നേരം വെളിച്ചാവുമ്പോൾ തുടങ്ങുന്നത് രാത്രി നമ്മൾ കണ്ണ് മൂടുന്നത് വരെ പറയും. ഇനി ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പറയും, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, എന്തോ ഒരു സാധനം ചത്തല്ലോ എന്ന് പറയും. അതും പറയും. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു അമിത പ്രതീക്ഷയൊന്നും നമ്മൾ വെക്കേണ്ട. മനസ്സിലാവണില്ലേ? അമിത പ്രതീക്ഷ നമുക്ക് വേണ്ടേ വേണ്ട, ഒന്നിലും വേണ്ട. ഈശ്വരനിൽ മാത്രം മതി ഒരു പ്രതീക്ഷ. ഈശ്വരന്റെ സ്നേഹം സത്യമാണ്, അചഞ്ചലമാണ്.
സാത്വികമാണ്. അതുമാത്രമാണ് നിലനിൽക്കുന്നത്. ഇങ്ങനെ യോഗത്തിന്റെയും സാങ്ക്യത്തിന്റെയും സ്വരൂപങ്ങളെ പറ്റി പറഞ്ഞ് രണ്ടിന്റെയും ശ്രേഷ്ഠത ഭീഷ്മ പിതാമഹൻ നമ്മുടെ ധർമ്മപുത്രന് ബോധ്യപ്പെടുത്തി. കുറച്ച് ബോറടിക്കുന്ന ചാപ്റ്റർ ആയിരുന്നു, എങ്കിലും നിങ്ങൾക്ക് അതിനെ വേറെ ഒരു രീതിയിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലായോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു. പിന്നീട് യുധിഷ്ഠിരൻ ചോദിച്ചത് എന്താണ്? ക്ഷരാക്ഷരങ്ങളെ പറ്റിയാണ്. എന്താണ് ക്ഷരാക്ഷരം? ഇതേക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. പുനരാവൃത്തിയില്ലാത്ത അക്ഷരം എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും തിരിച്ചു വരേണ്ടി വരുന്ന ക്ഷരം എന്നാൽ എന്താണ്? ക്ഷരവും അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവയുടെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഭീഷ്മ പിതാമഹനോട് എന്ത് ചെയ്തു? യുധിഷ്ഠിരൻ ചോദിക്കുന്നു. അപ്പൊ ഭീഷ്മ പിതാമഹൻ പറയാണ്, പണ്ട് വസിഷ്ഠനും കരാള ജനകനും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായി. ആരാണ്? വസിഷ്ഠനും കരാള ജനകനും തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. അതേക്കുറിച്ചാണ് പറയുന്നത്. ഒരിക്കല് മാമുനി ശ്രേഷ്ഠനായ വസിഷ്ഠൻ ഒരിടത്ത് അക്ഷോഭ്യനായി, അതായത് ദേഷ്യമില്ലാത്തവനായി, അതെ, എല്ലാത്തിനും ഒരു ഡിറ്റാച്ച്ഡ് ആവുക. അപ്പൊ മനസ്സിലായി. അപ്പൊ ഒരിക്കല് മാമുനി ശ്രേഷ്ഠനായ ഒരു കഥയാണ് കേട്ടോ, നമുക്ക് കഥ കേൾക്കാം. മാമുനി ശ്രേഷ്ഠനായ വസിഷ്ഠൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ദേഷ്യമൊന്നുമില്ലാതെ ഇരിക്കുകയാണ്. അദ്ദേഹം വിശ്രമിക്കുകയാണ് കേട്ടോ ഒരു സ്ഥലത്ത്. അപ്പോ ആ സമയത്ത് കരാള ജനകൻ അടുത്ത് ചെന്നിട്ട് നല്ല വിനയത്തോടെ ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? ഭഗവൻ സനാതനമായ പരബ്രഹ്മത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുനരാവൃത്തിയില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതായത് മോക്ഷം കിട്ടി ഭഗവാനിലേക്ക് എത്തിയാൽ പിന്നെ വീണ്ടും ഈ ഭൂമിയിലേക്ക് വരണ്ട എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇനി വരേണ്ടി വരില്ല എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്തില് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ഇവിടെ നിലനിൽക്കുന്നില്ലല്ലോ, എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുനരാവൃത്തിയില്ലാത്ത അക്ഷരവും പുനരാവൃത്തിയുള്ള ക്ഷരവും, അതായത് തിരിച്ചു വരാത്ത ഒരു, നമ്മൾ പോവില്ലേ, മരിച്ച് പെർമനന്റ് ആയിട്ട് ഭഗവാനിലേക്ക് പോവല്ലോ, അങ്ങനെയുള്ള ഒരു ജീവിതവും, ഇനി മരിച്ച് നമുക്ക് മോക്ഷം കിട്ടാതെ വീണ്ടും നമ്മൾ ഭൂമിയിലേക്ക് വരും. ഇതിനെയാണ് ക്ഷരം എന്ന് പറയുന്നത്. മോക്ഷം കിട്ടിപ്പോകുന്നതിന് അക്ഷരമെന്നും തിരിച്ചു വരുന്നതിന് ക്ഷരമെന്നും പറയുന്നു. ഇതെന്താണെന്നൊന്ന് പറഞ്ഞു തരൂ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വസിഷ്ഠൻ പറയാണ്, ബ്രഹ്മാവ് കൽപ്പാരംഭത്തിൽ, അതായത് ഈ യുഗങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത്, സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് വിശ്വരൂപനായിരിക്കുന്ന ഹിരണ്യഗർഭനെയാണ്. ബ്രഹ്മദേവൻ കൽപ്പാരംഭത്തിൽ ആദ്യമായി സൃഷ്ടിക്കുന്നത് വിശ്വരൂപനായ ഹിരണ്യഗർഭനെയാണ്. ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഹിരണ്യഗർഭൻ എന്താണ്? അക്ഷരനാണ്, നാശമില്ലാത്തവനാണ്. അവൻ വികാരം പൂണ്ടിട്ടാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. പിന്നീട് മായയുടെ സഹായം കൊണ്ട് പഞ്ചഭൂതങ്ങളുടെയും പഞ്ചതന്മാത്രകളുടെയും പഞ്ചേന്ദ്രിയങ്ങളുടെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളുടെയും മറ്റും സൃഷ്ടി നടക്കുന്നു. ഇവയെല്ലാം ചേർന്നാണ് ദേഹമുണ്ടാവുന്നത്, അതായത് ശരീരമുണ്ടാവുന്നത്. അപ്പോ നാശമില്ലാത്തവനാണ് ആര്? ഹിരണ്യഗർഭൻ. വികാരം കൊണ്ട് അഹങ്കാരം ഉണ്ടായി. അതെങ്ങനെയാ വികാരം കൊണ്ട് അഹങ്കാരം ഉണ്ടാവുന്നത്? വികാരം എന്ന് പറയുമ്പോൾ ഒരു ദേഷ്യം, അതൊരു വികാരമാണ്. ആ ദേഷ്യം കൊണ്ടാണ് നമ്മൾ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതാണ് ഇതാണെന്ന് പറഞ്ഞ അഹങ്കാര ബോധം ഉണ്ടാവുന്നത്, അല്ലെ? അപ്പോൾ വികാരം കൊണ്ട് അഹങ്കാരം ഉണ്ടാകുന്നു. അങ്ങനെ മായ വരുന്നു. മായയിലൂടെ പഞ്ചഭൂതങ്ങളിലൂടെ പഞ്ചതന്മാത്രകളിലൂടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചകർമ്മേന്ദ്രിയങ്ങളിലൂടെ, ഇതൊക്കെ നമ്മൾ മുൻപേയുള്ള ക്ലാസ്സിൽ പഠിച്ചു ഇതൊക്കെ എന്താണെന്നുള്ളത്. ഇതിലൂടെയൊക്കെ എന്തായി? സൃഷ്ടി നടക്കുകയാണ്. അങ്ങനെ നടന്നിട്ട് ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞപ്പം ശരീരമുണ്ടായി. വ്യഷ്ടിഗതങ്ങളായിരിക്കുന്ന മനോബുദ്ധി ചിത്തഹങ്കാരങ്ങൾ അടങ്ങുന്ന അന്ധക്കരണവും ചേർന്ന് 24 തത്വങ്ങൾ ക്ഷരങ്ങളാകുന്നു. ഇവയെ പ്രവർത്തിക്കുന്ന പുരുഷനാണ് അക്ഷരം എന്ന് പറയുന്നത്. അതായത് ശരീരവും സൃഷ്ടികളും എല്ലാം നശ്വരമാണ്. ഈ നശ്വരമായ സംഭവങ്ങളെല്ലാം അക്ഷരം എന്ന് പറയുന്നുണ്ട്. സമസ്തവും നശിച്ചു. പക്ഷെ ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരാളുണ്ട്. ആരാ? ഭഗവാൻ. അദ്ദേഹം എന്താണ്?
അദ്ദേഹമാണ് ആ പരമപുരുഷൻ. അതായത് നശിച്ചു പോകുന്നെല്ലാം ക്ഷമിക്കണമെങ്കിൽ മാറിപ്പോയി, നശിച്ചു പോകുന്നെല്ലാം ക്ഷരങ്ങളാണ്. എല്ലാം ഈ ഭൂമിയിൽ കാണുന്ന സർവ്വതും നശിച്ചു പോകും അല്ലെ. ആ നശിച്ചു പോകുന്ന എല്ലാം, അതായത് ഈ ശരീരം അടക്കം പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും മായയും അഹങ്കാരവും വികാരവും എല്ലാം നശിക്കും. സൃഷ്ടിക്കപ്പെട്ടത് സമസ്തവും നശിക്കും. ഇതെല്ലാം എന്താണ്? ക്ഷരമാണ്. എന്നാൽ നശിക്കാതെ ഇതിനെല്ലാം പിന്നിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്ന ഒരാളാണ് ഭഗവാൻ. അദ്ദേഹത്തെ നമുക്ക് അക്ഷരം എന്ന് വിളിക്കാം. നാശമില്ലാത്തത്, പെർമനന്റ് ആയിട്ടുള്ളത്. അപ്പം നശിക്കുന്നതെല്ലാം ക്ഷരവും നശിക്കാത്തത് എന്താണ്? അക്ഷരവുമാണ്. അത് വിഷ്ണു തത്വം തന്നെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? സൃഷ്ടിക്കപ്പെട്ട നശിച്ചു പോകുന്ന എല്ലാം ക്ഷരമാണ്. ആ ക്ഷരത്തിന്റെ പിന്നിൽ, ആ ക്ഷരത്തെയെല്ലാം നിയന്ത്രിക്കുന്ന സൃഷ്ടികർത്താവിനെ അക്ഷരം എന്ന് വിളിക്കാം. ആ അക്ഷരമാണ് ഭഗവാൻ. അതാണ് വിഷ്ണു തത്വം. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായ ഒരു കാര്യമാണ് വിഷ്ണു തത്വം എന്താണെന്നുള്ളത്. ജ്ഞാനത്താൽ അക്ഷരപുരുഷനെ തിരിച്ചറിഞ്ഞ്, നമുക്ക് അറിവ് വേണം ഭഗവാനെ തിരിച്ചറിയാൻ അല്ലേ. അറിവ് വേണം, ശിക്ഷണം വേണം ഗുരുവിൽ നിന്ന് മരമെന്ന തത്വം തിരിച്ചറിയാൻ. വേണ്ടേ? ഒരു ഗുരുവിലൂടെ നമുക്ക് ജ്ഞാനം ലഭിക്കും. ആ ജ്ഞാനത്തിലൂടെ അക്ഷരപുരുഷനെ നമ്മൾ തിരിച്ചറിയും, ഭഗവാനെ നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിഞ്ഞ് ആ വിഷ്ണു തത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്തായി? പുനരാവൃത്തിയില്ല. അതായത് വീണ്ടും ജനിക്കേണ്ടി വരില്ല എന്ന് സാരം. ഭഗവാനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് മോക്ഷത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ ഒന്നിനും നമ്മളെ വേദനിപ്പിക്കാൻ കഴിയില്ല. ഭഗവാനെ അറിയാത്തവരാണ് ഭൂമിയിലുള്ള പല പല സംഭവങ്ങൾക്ക് അടിമപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ അറിയുന്ന വ്യക്തികൾ ഒരിക്കലും ഒന്നിനെ കുറിച്ച് ഓർത്തും ആവലാതിപ്പെടില്ല. ആസക്തി ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും? ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പോകും. ഭഗവാൻ തരേണ്ട കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും സമയമാകുമ്പോൾ തരും. ആര് വേദനിപ്പിച്ചാലും ആര് നല്ലത് പറഞ്ഞാലും സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല. പറയുന്നവര് പറയട്ടെ, അവരെ കൊണ്ട് പറയാൻ സാധിക്കുന്നുണ്ടല്ലേ പറയുന്നത്, അവര് പറയട്ടെന്നേ. നമ്മൾ എന്തിനാ അതിന് വിഷമിക്കുന്നത്? അങ്ങനെ നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോവാം. എൻ്റെ പോളിസി അതാണ്. ഒരാളിപ്പം നമ്മളെ പട്ടീനെ വിളിച്ചുകൊണ്ട് നമ്മൾ 4 കാലും വാലുള്ള പട്ടിയാവും. പിന്നെ എന്തിനാ ആവില്ലെങ്കിൽ പിന്നെ അതിനോർത്ത് വിഷമിക്കണത്? നമ്മളെ ആരെങ്കിലും മനുഷ്യാന്ന് വിളിക്കോ? നമ്മൾ മനുഷ്യൻ തന്നെയാണ്. എന്നിട്ട് എന്താ അങ്ങനെ വിളിക്കുന്നില്ല? നമുക്കൊരു പേരുണ്ട് ഇല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മളായി ജീവിക്കുക. നമ്മളെ ആർക്കും ഒരിക്കലും തളർത്താൻ കഴിയില്ല എന്ന പൂർണ്ണ ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഒരാളുടെ നാവിന്റെ തുമ്പത്തല്ല നമ്മളുടെ ഡിഗ്നിറ്റി ഇരിക്കുന്നത്, നമ്മുടെ ആത്മബോധം, അഭിമാനം ഇരിക്കുന്നത് നമ്മൾക്കൊപ്പമുള്ള വ്യക്തികളുടെയോ നമ്മളെ അറിയാത്ത വ്യക്തികളുടെയോ നാവിന്റെ തുമ്പത്തല്ല, നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ അഭിമാനം ഇരിക്കുന്നത്. നമുക്ക് നമ്മൾ എന്താണെന്ന് സ്വയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ട് വേണോ നമ്മളെ അറിയാൻ? അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ നമ്മൾ ആത്മബോധത്തോടുകൂടി ആത്മബോധത്തോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ആരെ തിരിച്ചറിയാൻ സാധിക്കും? ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കും. ഭഗവാനെ തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനരാവൃത്തിയില്ല. ഈ ഭൂമിയിലേക്ക് വീണ്ടും വരേണ്ട കാര്യമില്ല. എന്തിനാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അല്ലേ? 24 തത്വങ്ങളും നശിക്കുന്നവയാകയാൽ ക്ഷരങ്ങളാണ്. 24 തത്വങ്ങളും നശിച്ചു പോയാൽ എന്തായി? ക്ഷരങ്ങളാണ്. ശിവജി, അതെല്ലാം നശിച്ചു പോകും. മനസ്സിലായില്ലേ? അവയോട് ചേർന്ന് നിൽക്കുമ്പോൾ കർമ്മഫലം അനുസരിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടതായി വരുന്നു. ഈ നശിച്ചു പോകുന്ന കാര്യങ്ങളോടെല്ലാം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, അതായത് ഈ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന എപ്പോഴാ? കണ്ടതിനും കേട്ടതിനും വന്നതിനും പോയതിനും എല്ലാം ഉത്തരം കൊടുക്കാൻ നിൽക്കുമ്പോഴാണ്. വീട്ടിലൊരാൾ കിടന്ന് അലക്കി പറഞ്ഞു, മിണ്ടാണ്ടിരുന്നാൽ നമുക്ക് സമാധാനം കിട്ടൂലേ? മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണെങ്കിൽ പിന്നെ മിണ്ടണ്ടെന്നേ. മറുപടി കൊടുത്താൽ പ്രശ്നമാണെന്ന് തോന്നുന്നിടത്ത് മറുപടി കൊടുക്കണ്ട, വീട്ടിൽ മിണ്ടാണ്ടിരിക്കുക. മിണ്ടിയില്ലേ പറയും വായക്കകത്ത് കൊഴുക്കട്ട വെച്ച പോലെ ഇരിക്കണം, ഭൂതത്തെ പോലെ ഇരിക്കണം. ആയിക്കോട്ടെ, അങ്ങനെങ്കിൽ അങ്ങനെ ഇരിക്കുക, മിണ്ടാണ്ടിരിക്കുക. എന്തിനാ നമ്മളൊരു വടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കണത്? അതിന്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോവാ. നമുക്ക് 1 പ്രാവശ്യം പറയാം, 2 പ്രാവശ്യം പറയാം, 3 പ്രാവശ്യം പറയാം, 30 പ്രാവശ്യം പറയാൻ പറ്റുമോ? നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല. ആ രീതിയിൽ നമ്മൾ എന്താ പറയാ, സത്വഗുണത്തോടു കൂടി പോവാം. പിന്നെ പറയണവർക്കും തോന്നി എന്തോരം പറഞ്ഞിട്ടും കാര്യമില്ല, പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല, അതങ്ങനെയാണ് ആ ജന്മം എന്നങ്ങോട്ട് ഒരു തോന്നല. അപ്പൊ എന്ത് ചെയ്യാ? അതിനെ അവിടെ സൈഡ് ലൈൻ ചെയ്ത് വെക്കുക.
അതായത് 24 ക്ഷരങ്ങളും എന്താണ്? നശിച്ചു പോകും. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അക്ഷരം വിഷ്ണു തത്വം അത് മാത്രമേ നിലനിൽക്കൂ. അപ്പൊ ഈ ഭൂമിയിൽ ചുറ്റുപാടുള്ള കാണുന്ന എല്ലാം നശിക്കും, എല്ലാം നാശത്തിന് വിധേയപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഈ ഭഗവാനോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ പുനരാവൃത്തിയില്ല, തിരിച്ചിങ്ങോട്ട് തന്നെ വരേണ്ട കാര്യമില്ല. ക്ലാസ് കഴിയാറായോ മാതാജി? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, പോണോ? നിർത്തണോ? അനിൽകുമാർ പ്രഭുവിന് ഉറക്കം വരുന്നുണ്ടോ? ഡിന്നർ കഴിച്ചില്ലേ? അജ്ഞാനം കൊണ്ടാണ് ദേഹാത്മബുദ്ധി ഉണ്ടാവുന്നത്, അല്ലെ? അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ശരീരമാണ് ശരീരമാണ് ശരീരമാണെന്നുള്ള തോന്നലുണ്ടാവുന്നത്. ഇച്ചിരി അറിവുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ശരീരമല്ല, അത് കുറച്ച് കഴിഞ്ഞാൽ കത്തിക്കാനുള്ളതാ. ആത്മാവ് മാത്രമേ ഉള്ളൂ, അത് ഭഗവാനിലേക്ക് പോകാനുള്ളതാണ്. അതിനെ പ്യൂരിഫൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അല്ലാതെ ശരീരത്തെ കെട്ടിച്ചമച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. എന്ന് കരുതി കുളിക്കണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയണത്. കുളിക്കണം, ഒരുങ്ങണം, വൃത്തിയിൽ നടക്കണം, അതൊക്കെ വേണം. പക്ഷെ എപ്പോഴും എൻ്റെ ശരീരം ഇങ്ങനെ നിലനിൽക്കും എന്ന തോന്നലൊന്നും വേണ്ട. മാറ്റത്തിന് അടിമപ്പെടും ശരീരം, ഉറപ്പായിട്ട് അടിമപ്പെടും. ഇന്ന് നല്ല സൗന്ദര്യം ഉണ്ടാവും, നാളെ കുറച്ച് ചുക്കിച്ചുളിയും എന്ന് കരുതി അവരല്ലാതെ ആവുന്നില്ല. ആ സ്നേഹത്തിനൊരു കുറവ് നമ്മൾ വെക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? അതാണ് കർമ്മത്തിനു കാരണം. എപ്പോഴാണോ നമ്മൾ അജ്ഞാനം കൊണ്ട് ഞാൻ ശരീരമാണെന്നും ഈ ശരീരം കാലാകാലം നിലനിൽക്കുമെന്നും തോന്നുന്നത്, അപ്പോ മുതൽ നമ്മൾ എന്തായി? കർമ്മഫലത്തിന് 2 കൈ നീട്ടി സ്വീകരിക്കാൻ തോന്നലായി. ഉറപ്പായിട്ടും കിട്ടും, 100% കിട്ടും. കാരണം ഞാനെന്ന ഭാവം ഉടലെടുത്താൽ പിന്നെ അഹങ്കാരബോധമായി. ആ അഹങ്കാരബോധത്തിലൂടെ നടക്കുമ്പോൾ ബന്ധങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. നമുക്ക് എല്ലാ ബന്ധത്തിലും വേണ്ടത് ഒരു ഊഷ്മളതയാണ്. ആ സത്യസന്ധത, ആ ഊഷ്മളത, അതാണ് നമുക്ക് വേണ്ടത്, മനസ്സിലായില്ലേ? ആ ഊഷ്മളത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനം കിട്ടും ജീവിതത്തിൽ. കർമ്മഫലം നമുക്ക് വരില്ല. കർമ്മഫലമായി മനുഷ്യൻ വീണ്ടും വീണ്ടും ജനിക്കുന്നു. ഒരു വട്ടം ജനിച്ചതേ മതിയായി. ഇനിയും ജനിച്ചിട്ട് ഇനിയും കാലങ്ങളോളം ഇവിടെ ജീവിച്ചിട്ട് ഇനിയും ഇത്രത്തോളം സഹിക്കാനുള്ള ശക്തിയൊന്നും നമുക്കില്ല. നല്ല കർമ്മങ്ങളുടെ ഫലമായിട്ട് ദേവത്വത്തിലേക്ക് ഉയരുന്നു. നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. നല്ലത് ചെയ്താലും കിട്ടുന്നത് 2 കൈ നീട്ടിയിട്ട് വേറെയാ മാതാജി. കറക്റ്റ്, അത് മാതാജിക്കും അങ്ങനെ തന്നെ കിട്ടാറ്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ വാങ്ങേണ്ടതെല്ലാം വാങ്ങി ചിരിച്ചുകൊണ്ട് പിൻവാങ്ങുക. അത് നമ്മളെ എവിടേക്ക് എത്തിക്കും? ഭഗവാനിലേക്ക് എത്തിക്കും. ഞാൻ പോവില്ല മാതാജി. അതാണ്. ചീത്ത കർമ്മങ്ങളുടെ ഫലമായി നീചയോനികളിൽ പോയി ജനിക്കുന്നു. അതായത് നമ്മള് പറയാറില്ലേ, ദുഷ്ടനെ ഈശ്വരൻ പന പോലെ വളർത്തുന്നു. പല 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 ദുഷ്ടത്തരങ്ങൾ ചെയ്താല് അവര് എന്നാലും സുഖമായിട്ട് ജീവിക്കും, അല്ലെ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളിപ്പം റോഡിലൊക്കെ ഇങ്ങനെ ആ എടപ്പള്ളി സിഗ്നലും വൈറ്റ്ല സിഗ്നലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ കുറെ ബൊമ്മകളും അതും ഇതൊക്കെ വിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലേ, അവരെ കയ്യിലുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര മോശപ്പെട്ട സ്ഥലത്ത് അവർ കിടന്നുറങ്ങുന്നത്, എത്ര നീചമായ സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നത്. അവർക്ക് നല്ല വസ്ത്രങ്ങളുണ്ടോ, നല്ല സുഖ സൗകര്യങ്ങളുണ്ടോ? ചിലപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവായിരിക്കാം, പക്ഷെ അതുപോലെ അവർ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ കുട്ടികളെ സ്വന്തം അമ്മമാരെന്നെ പൊള്ളിക്കുന്നു, വേദനിപ്പിക്കുന്നു, പല 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലേ? അപ്പോ അങ്ങനെയുള്ള യോനികളിൽ പോയി ജനിക്കേണ്ടി വരും. എങ്ങനെ? നമ്മൾ ചീത്ത പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നല്ല അമ്മമാരുടെ അടുത്ത് നമ്മൾ ജനിക്കും. സ്നേഹവും കരുണയും ഒക്കെയുള്ളവർ യോനികളിൽ നമ്മൾ ജനിക്കും. ഭഗവാൻ നമ്മളെ അങ്ങനെ വേർതിരിച്ചു കൊണ്ടുപോകും. അപ്പൊ ഇന്നൊരാൾ തെറ്റ് ചെയ്തിട്ട് അയാളങ്ങോട്ട് സുഖിച്ച് ജീവിക്കുന്നതിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട. അവനുള്ള പണി വൈകാതെ കിട്ടും. നമ്മളെ ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവനുള്ള പണി ഈശ്വരൻ തന്നെ കൊടുത്തോളൂ. നമ്മളായിട്ടൊന്നും ചെയ്യാൻ പോണ്ട. അപ്പൊ ദുഷ്ടനെ ഈശ്വരൻ പന പോലെ വളർത്തിയാലും നാളെ കാലം കാത്തു വെച്ചൊരു കാവ്യനീതി അവനുണ്ട്. മനസ്സിലായില്ലേ? ഒരു കാവ്യനീതി അവനുണ്ട്. ആ നീതിക്ക് അവന് ഉത്തരം പറയേണ്ടി വരും. ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. അതിനുള്ള പ്രതിഫലം നമ്മൾ വാങ്ങുക തന്നെ ചെയ്യും. അത് കിട്ടിയിരിക്കും, നമുക്ക് ഒരു സംശയവും. അപ്പൊ എന്താ പറയുന്നത്? പട്ടുനൂൽ പുഴു തന്നെ തന്നെ അതിന്റെ നൂല് കൊണ്ടൊരു കൂടുണ്ടാക്കി സ്വയം മൂടുന്നത് പോലെ നിർഗുണനായിരിക്കുന്ന ആത്മാവ് ഗുണാജാലം കൊണ്ട് സ്വയം മൂടപ്പെടും. നമ്മുടെ പട്ടുനൂൽ പുഴു എന്താ ചെയ്യുക? അത് തന്നെ സ്വയം നൂലുണ്ടാക്കി അതിന്റെ ശരീരം മൂടി വെക്കും. അതേപോലെ നമ്മുടെ ആത്മാവ് എന്താ ചെയ്യുന്നത്? ഷിബേഷ്, ഇന്നാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന ദിവസം. ഷിബേഷ്, അങ്ങേക്ക് ഈ ഭൂമിയിലേക്ക് വന്ന ദിവസത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പിറന്നാൾ ആശംസകൾ. ഗുരുവായൂർ മഞ്ജരീസിന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഓക്കെ, 1000 സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ഐശ്വര്യത്തോടുകൂടി, ഭക്തിയോടുകൂടി അങ്ങേക്ക് ജീവിക്കാൻ സാധിക്കട്ടെ.
പല വിധത്തിലുള്ള ദുഃഖാനുഭവങ്ങൾക്കും കാരണം അതാണ്. നമ്മൾ നമ്മളെ തിരിച്ചറിയാത്തതാണ് അതിന് കാരണം. നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ പഠിക്കണം. നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്കും നമ്മളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ശരികൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തെറ്റുകളാവാം. അതൊരാളെയും പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഈശ്വരന് മുമ്പിൽ സമക്ഷം പറയാം. മനസ്സിലായില്ലേ? ഞാൻ എന്നുള്ള ആ ഒരു ബോധം അത് അജ്ഞാനത്തിന്റെ ഫലമാണ്. ഒരിക്കലും ഞാൻ എന്ന ഭാവം നമുക്ക് പാടില്ല. അങ്ങനെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും, എന്നെ കൊണ്ട് എത്രയും ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊരു ദുഷിച്ച ബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ആദ്യം തന്നെ നമ്മൾ നമ്മളായി ജീവിക്കുക. നമ്മളെ കൊണ്ട് ഒരു ചുക്കും സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ഈ അഹംഭാവവും മമതാഭാവവും ഉള്ളവന് നരകവും മനുഷ്യത്വവും ദേവത്വവും പ്രാപിച്ച് സംസാരത്തിൽ കിടന്ന് വിഷമിക്കും. ഇങ്ങനെ ഞാനെന്ന ഭാവത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നരകമാണ് കാത്തിരിക്കുന്നത്. ആ ഭാവം വേണ്ട. നമ്മളായി ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജയശേട്ടാ ഹാപ്പി. നമ്മളായി ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും. അപ്പൊ നമ്മളായിട്ടിരിക്കുക. നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തി അവരുടെ ഇഷ്ടങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല. നമ്മൾക്കൊരു ശരിയുണ്ട്, ഈശ്വര ചിന്താഗതിയുണ്ട്. ആ ഈശ്വര ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോവാം. ഒരാൾക്ക് ജഡ്ജ് ചെയ്യാൻ നമ്മൾ നിന്ന് കൊടുക്കണ്ട. ഒരാള് ഇടുന്ന മാർക്ക് ഒരു വാല്യൂ അല്ല നമുക്കുള്ളത്. മനസ്സിലായില്ല? അവർ കാണാത്ത ഒരുപാട് ക്വാളിറ്റീസ് നമുക്കുണ്ട്. നമ്മളിൽ നിന്ന് ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ കൂടെ നിൽക്കാൻ അവർക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് അവർ പോയി. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവർ പോയി. അവരെ ഒരിക്കലും നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണ്ട. നമ്മുടെ കൂടെ നിൽക്കാൻ ഏതൊരു വ്യക്തിക്കും ഒരു യോഗ്യത വേണം. ആ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റൂ. ക്ലിയർ? നിർവികാരമായിരിക്കുന്ന ആത്മാവാണ് ഞാനെന്ന ബോധം വരുമ്പോഴാണ് അജ്ഞാനം നശിക്കുന്നത്. അതായത് നിർവികാരമായ ആത്മാവാണ് ഞാൻ. ഒരു വികാരങ്ങളും ഇല്ലാത്തൊരു ആത്മാവാണ് ഞാൻ. ഈ ആത്മാവ് മാത്രമേ നിലനിൽക്കൂ. അല്ലാതെ നമ്മുടെ ഈ ശരീരമൊന്നും നിലനിൽക്കാൻ പോണില്ല എന്ന ഒരു ഉറച്ച ബോധം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായി? നമ്മളുടെ അജ്ഞാനം അങ്ങ് നശിക്കും. മനസ്സിലായില്ലേ? ഞാനെന്ന ഭാവം നശിച്ചു തീരും. നമ്മളായിരിക്കും. നമുക്ക് ചിരിക്കാൻ സാധിക്കും. ആരും തരുന്ന എ സർട്ടിഫിക്കറ്റിലല്ല നമ്മുടെ ജീവിതം. നമ്മളായിരിക്കുന്നതിലാണ് നമ്മുടെ ജീവിതം, അല്ലെ? മമത്വ ബുദ്ധി ആസക്തിക്ക് കാരണമാകുന്നു. എല്ലാത്തിനോടും ഒരു അഭിപ്രായം പറയാൻ നടക്കുന്ന ചില ആൾക്കാരുണ്ട്. കണ്ടതിനും കേട്ടതിനും എല്ലാത്തിനോടും അഭിപ്രായം പറയാൻ നടക്കുന്ന. അത് എന്തിനാ? അത് തുറക്കേണ്ടടുത്ത് മാത്രം വാ തുറക്കുക. അനാവശ്യമായിരിക്കുന്നിടത്ത് എവിടെയും വാ തുറക്കാതിരിക്കുക. ഒരു പുഞ്ചിരി, ആ പുഞ്ചിരിയിലെല്ലാം ഒതുക്കുക. അങ്ങനെ നമ്മൾ മാക്സിമം ഒരു 75% നിശബ്ദരായി ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് തന്നെ മനസമാധാനം കിട്ടും. ആസക്തി ദുഃഖത്തിന് കാരണമാകുന്നു. എല്ലാത്തിനോടും ഒരുതരം പ്രാന്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ദുഃഖമാണ് നമുക്ക് തരിക, സന്തോഷം തരില്ല. നമുക്ക് എല്ലാത്തിനോടും ഒരു പരിമിതി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, സാരില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം കിട്ടാത്ത കാര്യത്തിന് വേണ്ടി നമുക്ക് തലകുത്തിക്കാൻ പറ്റും? ചിലപ്പോൾ ആശിച്ച് മോഹിച്ചൊരു വീട് വെച്ച് ആ വീട് അടുത്ത മാസം തന്നെ കയ്യിൽ നിന്ന് പോയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പോട്ടെ, നമുക്ക് വിധിച്ചിട്ടില്ല. അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കാം. ഒരു എന്താ പറയാ, സമചിത്തതാ മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലായില്ലേ? ആ സമചിത്തതാ മനോഭാവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? ജീവിച്ചു പോകണം. അങ്ങനെ ജീവിച്ചാൽ നമുക്കൊരു ശാന്തി ലഭിക്കും. നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ്, അല്ലേ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. മനസ്സമാധാനമല്ലേ പിന്നെ ജീവിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ജീവിതത്തിന് അർത്ഥമുള്ളത്? ഒരർത്ഥവും ഇല്ല. 24 hours കരയാനാണ് നമ്മുടെ വിധിയെങ്കിൽ എന്ത് ചെയ്യണം? ആ കരച്ചിലിനെ എടുത്ത് അങ്ങോട്ട് ബാസ്ക്കറ്റിലിടണം. ചിരിക്കുക. അത്രേ ഞാൻ പറയും. ഒരിക്കലും കരഞ്ഞുകൊണ്ടിരിക്കരുത്. എന്തിനു വേണ്ടി കരയുന്നു? ആരെങ്കിലും തെറി വിളിച്ചിട്ടോ, ആരെങ്കിലും വേദനിപ്പിച്ചിട്ടോ? അങ്ങനെ ഒരാൾക്ക് കരയിപ്പിക്കാൻ സാധിക്കുമോ നമ്മളെ? അങ്ങനെ ഒരാൾക്ക് വേദനിപ്പിക്കാൻ സാധിക്കും? അപ്പൊ നമുക്കെന്താ ഒരു വ്യക്തത ഇല്ലേ? നമ്മളെന്നാ ഒരു മനോഭാവം നമുക്കില്ലേ? ഉണ്ട്. മനസ്സിലായില്ലേ? തളർന്നു പോകാതിരിക്കുക ഒരു പ്രതിസന്ധിയിലും. ആത്മജ്ഞാന ലാഭത്തിൽ അഹംബുദ്ധിയും മമതാബുദ്ധിയും നശിച്ചു പോകുന്നു. ഞാനെന്ന അഹങ്കാരം വന്നാൽ നമുക്ക് ബുദ്ധി വരെ നശിച്ചു പോകും. ഞാനെന്ന ഭാവത്തെ കൊണ്ടുപോയി വേസ്റ്റ് കൊട്ടയിൽ ഇട്ടാലാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ബുദ്ധി ലഭിക്കുന്നത്.
ബുദ്ധിയിലൂടെയാണ് സാത്വികത ലഭിക്കുന്നത്. സാത്വികതയിലൂടെയാണ് ഈശ്വരജ്ഞാനം ലഭിക്കുന്നത്. ആ ജ്ഞാനത്തിലൂടെയാണ് വിഷ്ണു തത്വം ലഭിക്കുന്നത്. ആ വിഷ്ണു തത്വത്തിലൂടെയാണ് ഭക്തി ലഭിക്കുന്നത്. ഭക്തിയിലൂടെ മോക്ഷം ലഭിക്കും. നമ്മുടെ ലക്ഷ്യം എന്താണ്? മോക്ഷമാണ്. ക്ലിയർ? ബോധം വന്നുദിക്കാത്തത് കൊണ്ടും ബുദ്ധന്മാരെ സേവിക്കാത്തത് കൊണ്ടും അജ്ഞാനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവലോകം അനേകം ജന്മങ്ങളെടുത്ത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ബോധമില്ലായ്മയാണ് നമുക്ക് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നത്. ജനിക്കുന്തോറും ഇതൊക്കെ തന്നെ അനുഭവിക്കുന്നത്. പുതിയതായിട്ടൊന്നുമില്ല, കുറയൊന്നുമില്ല, കൂടെയുള്ള അനുഭവങ്ങളുടെ പട്ടിക. അപ്പൊ എന്ത് ചെയ്യുക? പുതിയതായിട്ട് ജനിക്കാതിരിക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അഹംഭാവം ഉപേക്ഷിക്കണം, അജ്ഞാനം ഉപേക്ഷിക്കണം. പിന്നെന്താ പറയുന്നത്? സംസാരത്തിൽ നിന്ന് മോക്ഷം പ്രാപിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപായം സത്സംഗമാകുന്നു. അതായത് ഈ ലോകത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ സത്സംഗമാണ്. നമുക്കിവിടെ ശീല പ്രഭുപാജിയുടെ അനുഗ്രഹം കൊണ്ട്, ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് നല്ല നല്ല സത്സംഗങ്ങൾ ഒരുപാടുണ്ടെന്ന് അല്ലെ. ഈ സത്സംഗങ്ങളിലൂടെ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, ഇങ്ങനെ ഈ സത്സംഗങ്ങളിലൂടെ നമുക്ക് ബോധം തിരിച്ചു കിട്ടും. എന്താ ബോധം? നമ്മളൊന്നും അല്ല എന്ന ബോധം. നമ്മൾ ആരോ ആണെന്നുള്ള ഒരു അഹങ്കാര ബോധത്തെയൊക്കെ കൈവെടിഞ്ഞ് നമ്മളൊന്നുമല്ല എന്ന തിരിച്ചറിവ് കിട്ടും. സജ്ജനങ്ങളുമായി സംസർഗം ചെയ്യുമ്പോൾ പരമാർത്ഥ ജ്ഞാനം ഉദിക്കുകയും അജ്ഞാനം നശിക്കുകയും ചെയ്യും അല്ലെ. ഇപ്പൊ ഒരു ബാറിൽ പോയിട്ട് കള്ളു കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ രീതി എന്തായിരിക്കും? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും വയലൻസ്, അത് ഇത് ബഹളം, എന്തൊക്കെയോ നടക്കും. അതേസമയം ഒരു ആരാധന, ഈശ്വര ആരാധന നടക്കുന്നിടത്ത്, നല്ല സാത്വിക ഗുണമുള്ളിടത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ രീതി എന്തായിരിക്കും? സമാധാനമായിരിക്കും, സ്നേഹമായിരിക്കും, പുഞ്ചിരിയായിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? സത്സംഗങ്ങളിലൂടെ, സജ്ജന സംസർഗത്തിലൂടെ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അജ്ഞാനം നശിച്ച് ജ്ഞാനം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ പ്രകൃതിയെയും പുരുഷനെയും നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. എന്താണ് പ്രകൃതി, എന്താണ് ഭഗവാൻ, എന്താണ് ജ്ഞാനം, എന്താണ് അജ്ഞാനം എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഇത്രയും കേട്ടപ്പോൾ ജനകൻ ചോദിക്കുകയാണ്, ഭഗവാനെ, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം യുക്തവും അനിവാര്യവുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നാണല്ലോ ആകൃതി ഉണ്ടാകുന്നത്, അതായത് ഒരു ജനനം ഉണ്ടാകുന്നത്. പിതാവിന്റെയും മാതാവിന്റെയും മിക്ക ഗുണങ്ങളും ആ പ്രജയിൽ, ആ കുട്ടിയിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് വേദവാക്യങ്ങളുടെ പ്രമാണങ്ങൾ അനുസരിച്ച് പ്രകൃതി പുരുഷ ബന്ധവും ശാശ്വതമാണ്. അപ്പോൾ മോക്ഷധർമ്മത്തിന് എന്താണ് പ്രസക്തി? പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധമില്ലാതായാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ ഉപേക്ഷിക്കാനാണല്ലോ നമ്മളോട് പറയുന്നത്. അപ്പോ ഇതെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്തിനാ പിന്നെ അത് ഉപേക്ഷിക്കുന്നത് എന്നാ ചോദിക്കുന്നത്. അതിന് വസിഷ്ഠൻ പറഞ്ഞു കൊടുത്ത മറുപടി എന്താ അറിയോ? രാജാവേ, അങ്ങ് വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ അന്തരാർത്ഥം അറിഞ്ഞൂടാ. ചില ആളുകൾക്ക് ഒരുപാട് ശാസ്ത്രങ്ങൾ അറിയാം, പക്ഷെ അതിന്റെ അന്തരാർത്ഥം എന്താണെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് പറയുന്നത്, സാഖ്യവും യോഗവും പോലെ മോക്ഷത്തെ പറഞ്ഞിട്ടുണ്ട്, നിർവചിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ പറയുന്നത് ശാസ്ത്രങ്ങളുടെ അക്ഷരാർത്ഥത്തെ മാത്രം മനസ്സിലാക്കാനാണ്. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രം എന്താണെന്നുള്ളതിന്റെ ഒരു അർത്ഥം അത് മാത്രം മനസ്സിലാക്കുക. നിർഗുണമായ ഒന്നിൽ നിന്ന് എങ്ങനെ ഗുണങ്ങൾ ഉണ്ടാവും? ഒന്നും ഇല്ലാത്തതിൽ നിന്നൊക്കെ എന്തുണ്ടാവാനാണ്? നിർഗുണമായിരിക്കുന്നത്, ഗുണമില്ലാത്തതിൽ നിന്ന് എന്ത് ഗുണം ഉണ്ടാവും? നിരാകാരമായിരിക്കുന്ന ഒന്ന് എങ്ങനെ മറ്റൊന്നിനോട് ചേരും? ശാസ്ത്രങ്ങളുടെ തത്വാർത്ഥം മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ശാസ്ത്രങ്ങളെല്ലാം പഠിക്കാം, പക്ഷെ അതിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. മനസ്സിലായില്ലേ? പിന്നെന്താ പറയുന്നത്? എന്നാൽ ഈ ഭ്രമം ഉണ്ടാവില്ല. എല്ലാത്തിനും, നമ്മുടെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങൾക്കും ഒരു അന്തരാർത്ഥമുണ്ട്. നമ്മൾ വിളക്ക് കത്തിക്കുന്നത്, കുളിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് പോകുന്നത്, ഇങ്ങോട്ട് പോകുന്നത്, നമ്മൾ എന്താ പറയുക, വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്നത്, പൂജ ചെയ്യുന്നത്, നിവേദ്യം വയ്ക്കുക, ഇതിനെല്ലാം ഒരു അന്തരാർത്ഥമുണ്ട്. ഈ അന്തരാർത്ഥം മനസ്സിലാക്കി കഴിയും തോറും നമുക്ക് എന്തായി? ജ്ഞാനം ഉയർന്നു ഇങ്ങനെ വരും. ആ ജ്ഞാനം ഉയർന്നു വരുമ്പോൾ ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം നമുക്ക് ലഭിക്കും. മോക്ഷത്തെ പറ്റി തത്വജ്ഞന്മാരായിരിക്കുന്ന ആചാര്യന്മാർ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചിട്ടുണ്ട്. എന്താണ്? ഏകത്വമാണ് അക്ഷരം, നാനാത്വം ക്ഷരമാണ്. അതായത് ഏകത്വം, ഒന്ന്, ആ ഒന്ന് മാത്രമാണ് സത്യം. അതാണ് ആര്? ഭഗവാൻ. നാനാത്വം, ഒരുപാടുള്ളത് എന്താണ്? നശ്വരമാണ്, അത് ക്ഷരമാണ്. കാരണം എന്താ? ഈ ഭൂമിയിൽ ഒരുപാടുണ്ട് അല്ലെ, ഒത്തിരി ഉണ്ട് ഈ ഭൂമിയിൽ, സൃഷ്ടികളും അതും ഇതും എല്ലാം. പക്ഷെ ഭഗവാൻ എന്ന് പറയുന്നത് ഒന്നേ, അത് സത്യമാണ്, അത് അക്ഷരമാണ്. ഏകാത്വത്തിൽ നാനത്വം.
നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ അത്? അപ്പൊ ആ ഒരു ഏകാത്വം എന്ന് പറയുന്നത് ഭഗവാനാണ്. ആ ഭഗവാനാണ് അചഞ്ചലമായിരിക്കുന്നത്. ബാക്കിയോ നാനാത്വം എന്ന് പറഞ്ഞ ക്ഷരമാണ്, അത് നശിച്ചു പോകും. അത് അചഞ്ചലമാണ്, അതിന്റെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല. അസത്യമായ പ്രകൃതി പുരുഷ ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന നാനാത്വം ഒരിക്കലും നശിക്കില്ല. എന്താണ്? ഒരിക്കലും നശിക്കില്ല. ശരിയല്ലേ? അസത്യമായ പ്രകൃതി പുരുഷ ബന്ധത്തിൽ നിന്ന് ഉണ്ടാകുന്ന നാനാത്വം ഒരിക്കലും നശിക്കില്ല. ശരിയാണോ? അല്ലേ? ശരിയല്ലേ? അസത്യമായ പ്രകൃതി പുരുഷ ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന നാനാത്വം ഒരിക്കലും നശിക്കില്ല. ശരിയല്ലേ ഷാജി പ്രഭു? പ്രസന്നാമേ, അതെങ്ങനെ ശരിയാവും? നാനാത്വം നശിക്കുന്ന ഞാൻ പറഞ്ഞല്ലേ. നാനാത്വം എന്ന് പറഞ്ഞാൽ ഒരുപാടുള്ളത്, ഈ പ്രകൃതിയിൽ കാണുന്നത് അതൊക്കെ നശിച്ചു പോവും. അപ്പൊ അത് ശരിയല്ല. നിഷാ മാതാജി ഇപ്പൊ ഇത്രയും നേരം എന്താ കേട്ടോണ്ടിരുന്നേ? അസത്യമായ പ്രകൃതി പുരുഷ ബന്ധത്തിൽ നിന്നുണ്ടാകുന്നത് ഭഗവാനിൽ നിന്നുണ്ടാകുന്നത്, മനസ്സിലായില്ലേ? അതായത് അതെല്ലാം സൃഷ്ടികളാണ്, അതെല്ലാം നശിച്ചു പോകും. നാനാത്വം എല്ലാം നശിച്ചു പോകും. അത് വെള്ളം വീഴുന്ന മാതാജി അപ്പുറത്ത്. നാനാത്വം എല്ലാം നശിച്ചു പോകും. ഏകത്വം മാത്രമാണ് നിലനിൽക്കുന്നത്. ആ ഏകത്വമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഞാൻ വെറുതെ പരീക്ഷിച്ച് നോക്കിയത് എന്താ ഉത്തരം വരാന്നറിയാം. പെട്ടു അല്ലേ? നാനാത്വം എന്ന് പറയുന്നത് സത്യമല്ല, അത് മിഥ്യയാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികളെയാണ് നാനാത്വം എന്ന് പറയുന്നത്. നാനാത്വം ഒരുപാടുള്ളത്, ഏകം ഒന്ന്. ആ ഏകമാണ് വിഷ്ണു തത്വം എന്ന് പറയുന്നത്. ആ വിഷ്ണു തത്വമാണ് സത്യമായത്. ബാക്കിയെല്ലാം നശിച്ചു പോകും. ഓക്കെ, അത് നശ്വരമായതിനാൽ അനിത്യമാണ്, നിത്യമല്ല. അനിത്യം എന്ന് പറഞ്ഞാൽ നിത്യമല്ല, സ്ഥിരതയുള്ളതല്ല. സൃഷ്ടികളൊന്നും സ്ഥിരമല്ല, അതെല്ലാം നശിച്ചു പോയി. ഈ ഭൂമിയിൽ കാണുന്ന മനുഷ്യരായാലും ശരി, ജീവജാലങ്ങളായാലും ശരി, ജന്തുക്കളായാലും ശരി, എല്ലാം നശിച്ചു പോകും. അതൊന്നും എന്തല്ല? നിത്യമല്ല, അനിത്യമാണ്. നിത്യമായത് എന്താണ്? ഭഗവാൻ മാത്രം. സത്യമായത് ഏകമായ പുരുഷൻ മാത്രമാകുന്നു. മനസ്സിലായില്ലേ? ഭഗവാൻ മാത്രമാണ് സത്യമായത്. അതൊരിക്കലും എന്തായി? വെറുതെ പറഞ്ഞതാണ്. ഓഹോ, ഭഗവാൻ മാത്രമാണ് എന്ത്? സത്യമായത്. അതൊരിക്കലും നശിച്ചു പോവില്ല. നാനാത്വത്തിൽ ഏകത്വം, അതാണ് നമ്മൾ പണ്ടേ സ്കൂളിലൊക്കെ പഠിക്കാറില്ലേ? നാനാത്വത്തിൽ ഏകത്വം. ഇപ്പൊ മനസ്സിലായില്ല അതെന്താണെന്ന്? അത് നിത്യവും സത്യവും നിർവികാരവും നിർവിശേഷവുമാവുന്നു. എന്ത്? ഭഗവാൻ സത്യമാണ്, പുരുഷത്വമാണ്, നിർവികാരമാണ്, വികാരങ്ങൾക്ക് അടിമപ്പെട്ടതല്ല. ഈ പുരുഷ തത്വം അറിയുന്നവരാണ് ജ്ഞാനികൾ. ഞാൻ പെട്ടില്ല ചേച്ചി, കറക്റ്റ്. അജിത് കുമാർ പ്രഭു, അവർക്കുള്ളതാണ് മോക്ഷം. അപ്പം ഈ ഏകത്വം എന്താണെന്ന് മനസ്സിലാക്കിയാൽ, ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ, 222 ഷെയർ കുറവാണല്ലോ, എല്ലാവരും ഷെയർ ചെയ്യൂ ക്ലാസ്. അപ്പോ ഈ പുരുഷ തത്വം, ഭഗവാൻ എന്ന് പറയുന്ന സത്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അവരാരായി? ജ്ഞാനികളായി. അവർക്ക് എന്ത് ലഭിക്കും? മോക്ഷം ലഭിക്കും. അവർക്ക് നാനാത്വ ബുദ്ധിയില്ല, അതായത് ഈ സൃഷ്ടികളിലുള്ള ഒരു ആസക്തി ഇല്ല എന്ന് വേണം പറയാൻ. ഇത്രയും കേട്ടപ്പോ ജനകൻ ചോദിക്കുകയാണ്, അല്ലയോ മുനി സത്തമ, അക്ഷരത്തിന്റെ ഗുണം ഏകത്വം എന്നും ക്ഷരത്തിന്റെ ഗുണം നാനാത്വം എന്നും അങ്ങ് പറഞ്ഞല്ലോ. ആണല്ലേ? അക്ഷരത്തിന്റെ ഗുണം എന്താണ്? ഏകത്വം. അക്ഷരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ, അത് ഏകത്വമാണ്. നാനാത്വം എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ, അത് നശിച്ചു പോകുന്നതാണ് എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അതൊന്നുകൂടി വ്യക്തമാക്കി തരുമോ? എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് മഞ്ജരീസിലുള്ളവർക്കും വിട്ടത് അല്ലേ? മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്താണ് ഈ നാനാത്വവും ഏകത്വം? അതൊന്നുകൂടി പറഞ്ഞതാ. ആര് ചോദിക്കുകയാണ്? ജനക മഹാരാജ് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പൊ വസിഷ്ഠൻ പറയാണ്, യോഗ പരിശീലനം ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറയുന്നത്? യോഗികളുടെ മുഖ്യമായ ഫലം എന്താണ്? ധ്യാനമാണ്. യോഗികൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കും. അവരുടെ ആയുധം എന്ന് പറയുന്നത് ധ്യാനമാണ് അല്ലെ? ആ ധ്യാനം 2 വിധത്തിലുണ്ട് എന്നാ പറയുന്നത്. ആ ധ്യാനം 2 വിധത്തിലുണ്ട്. ഒന്ന് മനസ്സിന്റെ ഏകാഗ്രത. നമ്മൾ ധ്യാനിക്കുന്നത് എന്തിനാ? ഒന്ന് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക്. 2 പ്രാണായാമം.
ഏകാഗ്രത നിർഗുണവും യാമം സദ്ഗുണവുമാകുന്നു. മന്ത്രജപങ്ങളുടെ സഹായത്തോടെ മനസ്സിനെ പ്രാണായാമം കൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനാൽ അത് സഗുണമാകുന്നു. പ്രാണായാമം ചെയ്ത് മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ എന്തായി? അത് സദ്ഗുണമാകുന്നു. ജപത്തിന്റെ സഹായമില്ലാതെ, ജപമൊന്നും ഇല്ലാണ്ട് ബാഹ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ കൊണ്ടുവരണം. ഇപ്പം ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പൊതുവെ ഒരു ജപം ഉണ്ടാവും. ഈ ജപത്തിലൂടെ നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ചാൽ അത് സഗുണമാവും. ജപിച്ചിരിക്കുമ്പോൾ ജപത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ മനസ്സിനെ കൊണ്ടുവരും. അതെന്തായി? സഗുണമായി. ഇനി ജപത്തിന്റെ സഹായം ഇല്ല. ക്ലിയർ? ജപത്തിന്റെ സഹായം ഇല്ലാതെ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന്, നമുക്ക് ചുറ്റുമുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിനെ പുറത്തു കൊണ്ടുവന്ന് ഏകാഗ്രമാക്കി വെച്ചാൽ അത് നിർഗുണമായി. നമ്മൾ പറയല്ലോ ഒരു നിർഗുണ പരബ്രഹ്മം വന്നിരിക്കുന്നു എന്ന് പറയാറില്ലേ തമാശയ്ക്ക്? അതായത് ഒന്നിന്റെയും സഹായമില്ലാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ നിർഗുണമായി. ജപത്തിന്റെ സഹായം കൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ അത് സഗുണമായി. രണ്ടും മനസ്സിലായില്ലേ? എല്ലാ സംഘങ്ങളും വിട്ടിട്ട് ലഘുവായ ആഹാരം കഴിച്ചിട്ട്, ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ച് ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി മനസ്സിനെ ആത്മാവിൽ ഏകാഗ്രമാക്കി കഴിഞ്ഞാൽ അത് യോഗിയായി. പക്ഷെ നമ്മുടെ ആൾക്കാരെങ്ങനെയാ യോഗിയെ കാണുക? കുറച്ച് താടിയും വളർത്തി 2 രുദ്രാക്ഷമാല ഇട്ട് ഒരു കാവി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് യോഗി എന്നാ നമ്മൾ പറയാം. പക്ഷെ യോഗി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? എല്ലാം വിട്ടിട്ട് ലഘുവായ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അതായത് ശരീരത്തിൽ ജീവൻ നിലനിർത്തണം എന്ന കാരണം കൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു ഭക്ഷണവും കഴിച്ച് ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി പിടിച്ച് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ആത്മാവിൽ മാത്രം ശ്രദ്ധ വെച്ചാൽ ആ വ്യക്തി ആരായി? യോഗിയായി. അവന് ബാഹ്യ വിഷയങ്ങളെ പറ്റി ഒരു ബോധവും ഇല്ല. ചുറ്റുപാട് എന്ത് നടക്കുന്ന ആ വ്യക്തി അറിയുന്നേയില്ല. ബ്രഹ്മമാകുന്ന ഏക വസ്തുവിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മത്തിൽ മാത്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഒരു ചുറ്റിനും വന്നൊരു ഇടി വെട്ടിയാൽ പോലും അവരറിയില്ല. കാരണം അത്രയും ശ്രദ്ധയോടുകൂടി മനസ്സിനെ കേന്ദ്രീകരിച്ചു വെച്ചിരിക്കുകയാണ്. അണുവേക്കാൾ അണുവും മഹത്തിനേക്കാൾ മഹത്വമായ അദൃശ്യമായ ആ തത്വത്തെ അവൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അല്ലെ? ആ യോഗി ഭഗവാനെ അത്രയും ഡീപ്പായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അക്ഷരബ്രഹ്മത്തിൽ ലീനമായ അവന്റെ അവസ്ഥയാണ് ഏകത്വം എന്ന് പറയുന്നത്. ഇതെല്ലാം വിട്ട് ഒന്നിന്റെ സഹായവും ഇല്ലാതെ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സങ്ങ് ലയിപ്പിച്ച് നമ്മൾ ചുറ്റുപാട് എന്ത് വലിയ ബോംബിട്ടാലും അറിയാത്തൊരവസ്ഥ, അതൊന്നും ആർക്കും കിട്ടില്ല കേട്ടോ. എളുപ്പമല്ല. ആ അവസ്ഥയെ എന്തെന്നാ പറയാ? ഏകത്വം എന്ന് നമ്മൾ പറയും. ഓക്കെ. പ്രാണായാമം കൊണ്ട് ധ്യാനം പരിശീലിക്കുമ്പോൾ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ അവന് ബോധം ഉണ്ടാവും. പ്രാണായാമം ചെയ്ത് ലക്ഷ്യത്തിൽ എത്തുന്നവരെ ആ യോഗിക്കൊരു ബോധം ഉണ്ടാവും. അനേകത്വം അനുഭവപ്പെടുകയും ചെയ്യും. പലതും അറിയും. ലക്ഷ്യത്തിലെത്തുമ്പോൾ അജനും അജരനും അമരുമായ പരമാത്മാവിനെ സാക്ഷാത്കരിച്ച് ഏകത്വത്തിലെത്തുന്നു. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയുന്നില്ല. ആരെങ്കിലും പോയി തൊട്ടാൽ പോലും അറിയില്ല. ഒരു സമാധി അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പൊ ആരായി? ഭഗവാനെ നമ്മൾ അറിഞ്ഞു, ലയിച്ചു കഴിഞ്ഞു ഭഗവാനിലേക്ക്. ലക്ഷ്യത്തിലെത്തുമ്പോൾ ഭഗവാനിൽ സാക്ഷാത്കരിച്ച് ഏകത്വത്തിലെത്തുന്നു. അത് ഭഗവാനിലെത്തുന്നു. പതുക്കെ അറിവില്ലായ്മയൊക്കെ നശിപ്പിച്ച് ശരിയായ അറിവ് ലഭിച്ചാൽ പരമാത്മാവിനെ നമുക്ക് കാണാൻ പറ്റും. ഞാനെന്ന ഭാവമൊക്കെ ഉപേക്ഷിച്ച് ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചാൽ ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കും. സാഖ്യന്മാർ ക്ഷരത്തെ പ്രകൃതി എന്നും അക്ഷരത്തെ പുരുഷൻ എന്നും പറയുന്നുണ്ട്. ബ്രഹ്മത്തിൽ നിന്ന് പ്രകൃതി ഉണ്ടായി, അല്ലെ? അവസാനം ബ്രഹ്മത്തിൽ തന്നെ ആ പ്രകൃതി ലയിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. സൃഷ്ടിയിൽ തന്നെ ബഹുത്വവും പ്രളയത്തിൽ തന്നെ ഏകത്വവും അനുഭവപ്പെടുന്നു. സൃഷ്ടിയിൽ ഒരുപാട് സൃഷ്ടികൾ ഉണ്ടാവും. പ്രളയത്തിൽ എല്ലാം പോയി ഭഗവാനിലേക്ക് പോകും. അപ്പൊ അത് ഏകമായി ഒന്നിൽ പോയി അവസാനിക്കും. ഏകത്വം. സൃഷ്ടിയിൽ ബഹുത്വം ഉണ്ടാവും, നാനാത്വം ഉണ്ടാവും. സൃഷ്ടിക്കപ്പെടുമ്പോൾ നിറയെ വ്യത്യസ്തതകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രളയത്തിൽ എന്താണ്ടാവും? അവസാനം ഒരു ഏകത്വം. എല്ലാം ഒന്നിൽ പോയി അവസാനിക്കും. മനസ്സിലാവുന്നില്ലേ? ഇതിനെ തന്നെ ക്ഷേത്രമെന്നും ക്ഷേത്രജ്ഞനെന്നും പറയുന്നുണ്ട്. ക്ഷേത്രങ്ങൾ അനേകമാണ്, അല്ലെ? ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രജ്ഞനായ പുരുഷൻ ഏകമാണ്. എത്ര സ്ഥലത്ത് ക്ഷേത്രമുണ്ട്, പക്ഷെ അതിലിരിക്കുന്ന ഭഗവാൻ ഒന്നാണ്. ഒരൊറ്റ ഭഗവാനാണത്. 24 തത്വങ്ങൾ ചേർന്നതാണ് ക്ഷേത്രങ്ങൾ. എല്ലാ ക്ഷേത്രങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ഏകത്വമാണ് പുരുഷൻ എന്ന് പറയുന്നത്. ആ പുരുഷനെ തിരിച്ചറിഞ്ഞവരാണ് മുക്തന്മാർ.
അവർക്ക് പുനർജന്മമില്ല. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാനാകുന്ന സത്യത്തെ എത്രയും വേഗം തിരിച്ചറിയാൻ ശ്രമിക്കുക. അതാവുമ്പോൾ എന്തായി? നമുക്ക് പുനർജന്മമില്ലാതെ രക്ഷപ്പെടാം. പുനർജനിക്കേണ്ടി വന്നാൽ വലിയ പാടാണ്. ഇനി ഇത്രത്തോളം അനുഭവിക്കാൻ നമുക്ക് വയ്യ, അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. 10 മണിയായി. അപ്പം നാനാത്വത്തിൽ ഏകത്വം എന്താണെന്നൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നാളെ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നാളെ നമുക്ക് അന്നദാനം ഉണ്ട് കേട്ടോ. നാളത്തെ ഡേറ്റ് എത്രയാണ്? 19 അന്നദാനം ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ലൈവ് ഉണ്ട്, കാണുക. ഇപ്പോൾ മഹാഭാരതം കുറച്ച് ബോറടി സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ഉറക്കം വരും, എനിക്ക് ഉറക്കം വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കിടന്നുറങ്ങാം. കുറച്ച് സമയമെടുക്കും നമുക്ക് ഇതിൽ നിന്നൊന്ന് സ്കിപ്പാവാൻ. സ്കിപ്പായാൽ പിന്നെ കുറച്ചൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം, നോക്കിയിട്ട് പറഞ്ഞുതരാം. കുറച്ച് കഥയൊക്കെ വരുന്നുണ്ട്. ഇത് വേഗം പഠിച്ചു തീർത്താൽ നല്ല കഥയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ അതാണ് ഭഗവാൻ നമ്മളൊരു കാര്യം ചോദിച്ചാൽ തരും. അത് ഉറപ്പാ. ഇഷ്ടത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തരും. ഇഷ്ടം വേണം. നമ്മൾ ഒരു അഹങ്കാരബോധം, അജ്ഞാനം ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഭഗവാനോട് എന്ത് ചോദിച്ചാലും ഭഗവാൻ നമുക്ക് തരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. നാളെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറട്ടെ, സമാധാനം ലഭിക്കട്ടെ, ശാന്തി ലഭിക്കട്ടെ, നല്ല ഉറക്കം ലഭിക്കട്ടെ. ആരോഗ്യം സംരക്ഷിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, ദുഃഖങ്ങൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടുക, നന്നായി കിടന്നുറങ്ങുക. ബാക്കി ടെൻഷൻ അടിക്കാൻ നമുക്ക് രാവിലെ എഴുന്നേക്കാം. ഓക്കെ, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ് ഉണ്ടാവട്ടെ, നന്മ ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപ്രേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. നമസ്തേ. ഗുഡ് നൈറ്റ്.